നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയണമെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് 19th സെഞ്ച്വറി. ഏകദേശം 19th സെഞ്ച്വറിൻ്റെ ബിഗിനിങ്ങിലാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയണമെങ്കിൽ വളരെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളിലാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലാണെങ്കിലും അത്ര ഡെവലപ്ഡ് അല്ലാത്തൊരു ഇന്ത്യ ആയിരുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ വേണ്ടി വന്നു ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്താണ് എന്ന് നമ്മൾ ഇന്ത്യൻ പീപ്പിളിന് അറിയാൻ. അതുവരെ നമ്മൾ അതിലൊന്നും ഇൻവോൾവ് അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഇംഗ്ലീഷിൻ്റെ വരവ് നമുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വന്നതോടുകൂടി വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടി. ഒരുപാട് ആളുകൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നേടാൻ വേണ്ടി വന്നു. ആ ഒരു ടൈമിലാണ് ഒരുപാട് ഇന്ത്യൻ റൈറ്റേഴ്സ്, മലയാളികളായിട്ടുള്ള അതല്ലെങ്കിൽ മറ്റ് ഭാഷകളിലുള്ള ഹിന്ദി തുടങ്ങിയിട്ടുള്ള പല ഭാഷകളിലുള്ള മലയാളികളായിട്ടുള്ളതും ഉള്ള റൈറ്റേഴ്സ്, ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങിയത് ആ സമയത്താണ്. അവരൊരുപാട് എസ്സേകളും ആർട്ടിക്കിൾസും നോവൽസും ഒക്കെ എന്ത് ചെയ്തു, ലിറ്ററേച്ചറിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തു. അതുവഴിയാണ് ആ ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ വരവോട് കൂടിയിട്ടാണ് ലോകത്തുള്ള പല ഭാഗങ്ങളിലുള്ള ആളുകളും ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചിട്ടും ഇന്ത്യൻ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടും ഇന്ത്യൻ റിലീജിയസ് കൺസെപ്റ്റുകളെ കുറിച്ചിട്ടും ഒക്കെ കൂടുതൽ അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യൻ റൈറ്റേഴ്സ് കൂടുതൽ എഴുതിയിട്ടുള്ളതും അവരുടെ എല്ലാ വർക്കുകളിലും കാണിച്ചിട്ടുള്ളതും അന്നത്തെ കാലത്ത് കണ്ടംപററി ഇന്ത്യ അനുഭവിച്ചിരുന്ന സോഷ്യൽ പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവരന്ന് അവരുടെ വർക്കുകളിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവഴിയാണ് മറ്റ് പല രാജ്യങ്ങളിലുള്ള ആളുകളും ലിറ്ററേച്ചറിനെ സ്നേഹിക്കുന്ന മറ്റ് ഭാഷകളിലുള്ള വ്യക്തികളൊക്കെ കൂടുതൽ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചിട്ട് ഇന്ത്യൻ പീപ്പിളിനെ കുറിച്ചിട്ട് അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. അവർ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് കൂടുതലായിട്ടെന്ന് പറയണമെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ റൈറ്റേഴ്സാണ് മുൽക്രാജ് ആനന്ദ്, RK നാരായൺ, രാജാ റാവു, കിരൺ ദേശായി, അമിതാവ് ഘോഷ്, ഖുഷ്വന്ത് സിംഗ്, അരുന്ധതി റോയ്, സൽമാൻ റുഷ്ദി, രവീന്ദ്രനാഥ ടാഗോർ. ഇവരെ കൂടാതെ തന്നെ ഒരുപാട് ഇന്ത്യൻ റൈറ്റേഴ്സും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളതാണ് ഇത്രയും പേര്. അപ്പോൾ ഇവരുടെ റൈറ്റിങ്ങുകൾ വഴിയാണ് കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചിട്ടും മറ്റും ഒക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലാണ് രാജ്മോഹൻസ് വൈഫ്. ദാറ്റ് വാസ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ. അദ്ദേഹം ഒരു ബംഗാളി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ രാജ്മോഹൻസ് വൈഫ് എന്നുള്ള നോവലാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിൽ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലായിട്ട് അറിയപ്പെടുന്നത്. ഹിസ് മോസ്റ്റ് ഓഫ് ദ നോവൽസ് ഡീൽസ് വിത്ത് ദ സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ദ ഡേ. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സർ വാൾട്ടർ സ്കോട്ട് ആൻഡ് ചാൾസ് ഡിക്കൻസ്. അദ്ദേഹം, അതായത് ബങ്കിം ചന്ദ്ര ചതോപാധ്യായ് കൂടുതൽ വർക്ക്സുകളിലും എഴുതിയിട്ടുണ്ടായിരുന്നത് സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ദ ഡേ, അതായത് അന്നത്തെ കാലത്ത് അനുഭവിച്ചു വന്നിട്ടുണ്ടായിരുന്ന ഓരോ പ്രോബ്ലംസ്, സോഷ്യൽ ഇഷ്യൂസ് തുടങ്ങിയിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വാൾട്ടർ സ്കോട്ടും ചാൾസ് ഡിക്കൻസിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സർ വാൾട്ടർ സ്കോട്ട് ആൻഡ് ചാൾസ് ഡിക്കൻസ്. അതുപോലെ തന്നെ പിന്നെ പറയുന്ന കാര്യം, ഈ രാജ്മോഹൻസ് വൈഫ് എന്നുള്ളത് ആദ്യം കൽക്കട്ട വീക്ക്ലിയിലാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1864 വൈഫ് എന്ന ടൈറ്റിലോട് കൂടിയിട്ട് കൽക്കട്ട വീക്ക്ലിയിലായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് അത് 1930s ഒക്കെ ആയപ്പോഴാണ് ഒരു ബുക്ക് ഫോമിലായിട്ട് പബ്ലിഷാക്കി മാറ്റിയിട്ടുള്ളത്. രാജ്മോഹൻസ് വൈഫ് എന്നുള്ള നോവൽ പറയുന്നത് എഫക്ട്സ് ഓഫ് എ ബാഡ് മാരേജ് ഓൺ എ വുമൺ, ഒരു ബാഡ് മാരേജിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറാണ് മതങ്കിനിയാണ് രാജ്മോഹൻ്റെ വൈഫായിട്ട് അറിയപ്പെടുന്നത്. അവരൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്, ഹസ്ബൻഡിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ കൈകൾക്കുള്ളിലാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്, ഹാൻഡ്സ് ഓഫ് ഹർ ഹസ്ബൻഡ്. അതായത് ആ ഒരു ലൈന് കാണിക്കുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന വുമണിന് വോയിസ് ഇല്ലാത്തതിൻ്റെ ഒരു സിമ്പിളായിട്ടും കൂടിയാണ് ആ ഒരു നമ്മുടെ മതങ്കിനിനെ കാണിക്കുന്നത്. അതായത് ഒന്നിനും ഒരു ഫ്രീഡം റൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് പോലെ മെയിൽ ഡോമിനൻസിനായിരുന്നു അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ രാജ്മോഹൻസ് വൈഫ് എന്ന് പറഞ്ഞ വർക്കിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഈസ്റ്റ് ബംഗാളാണ്. അതുപോലെ തന്നെ ഇതൊരു സോഷ്യൽ നോവലാണ്, റൊമാൻറ്റിക് നോവലോ. അതായത് രാജ്മോഹൻസ് വൈഫ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു നോവലാണ്. പിന്നെ പറയുന്നത് നമ്മുടെ
ഏറ്റവും ട്രയോസാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രയോസാണ്. 3 സിഗ്നിഫിക്കൻറ്റ് നോവലിസ്റ്റുകളാണ് മുൽഖ് ആനന്ദ്, അതുപോലെ രാജാ റാവു, ആർ.കെ. നാരായൺ. മുൽഖ് ആനന്ദ് പറയണമെങ്കിൽ 3 പേരും ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സാണ്. ആനന്ദ് ഏകദേശം 16 നോവൽസ് എഴുതിയിട്ടുണ്ട്, 12 കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, അതുപോലെ തന്നെ മോർ ദാൻ 25 ബുക്സും ഉണ്ട്, എഴുതിയിട്ടുണ്ട്. ആനന്ദിൻ്റെ വർക്ക്സൊക്കെ കാണിച്ചിരുന്നത് പൂർ ഇന്ത്യൻസിനെയും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ ആയിരുന്നു. അതായത് ലേബേഴ്സിനെ, ലോ ക്ലാസ് പീപ്പിളിനൊക്കെ ആയിരുന്നു ആനന്ദിൻ്റെ വർക്ക്സ് കാണിച്ചിരുന്നത്. കൂടുതൽ സമയങ്ങളിലും, അതായത് മോസ്റ്റ് ഓഫ് ദ വർക്ക്സിലും ആനന്ദിൻ്റെ പ്രോട്ടോഗോണിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റേഷൻ വർക്കേഴ്സും കൂലീസും സ്വീപ്പേഴ്സും ഒക്കെ ആയിരുന്നു. അതായത് ലോ ക്ലാസ് ആയിട്ടുള്ള വളരെ പാവപ്പെട്ട രീതിയിൽ കഴിഞ്ഞിരുന്ന ആളുകളെയാണ് ക്യാരക്ടേഴ്സായിട്ട് ആനന്ദ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ കണ്ടംപററി ഇന്ത്യയിൽ അനുഭവിച്ചു വന്നിട്ടുള്ള ഓരോ ക്രുവൽറ്റിൻ്റെ ഒക്കെ വിക്ടിംസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അവരന്ന് അനുഭവിച്ചിരുന്ന ഓരോ പ്രശ്നങ്ങളുടെയും ഇരകളായിട്ട് നമ്മൾക്ക് ഈ ക്യാരക്ടേഴ്സിനെ കാറ്റഗറൈസ് ചെയ്ത് മാറ്റാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള വർക്കാണ് അൺടച്ചബിൾ. 1935 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറിൻ്റെ ഒരു സിംഗിൾ ഡേ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു കാൻറ്റോൺമെൻറ്റ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഈ നോവലിൻ്റെ അവസാനം ബക്ക ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തോട്ട്സിനാൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ കൺഫ്യൂസ്ഡ് ആവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല, ഒരു പാവം വ്യക്തിയാണ്, വലിയ പ്രായമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആവുകയാണ് വാട്ട് വാസ് റൈറ്റ് എന്നുള്ളതിൽ, എന്താണ് ശരി, എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ കൺഫ്യൂസ്ഡ് ആവുന്നതോട് കൂടിയിട്ടാണ് ആ വർക്ക് അവിടെ അവസാനിക്കുന്നത്. പിന്നെ ആനന്ദിൻ്റെ മറ്റ് വർക്ക്സാണ് കൂലി, അതുപോലെ 2 ലീവ്സ് ആൻഡ് എ ബഡ്, ദ വില്ലേജ്, ദ സ്വോർഡ് ആൻഡ് ദ സിക്കിൾ. കൂലി എന്ന് പറഞ്ഞ വർക്കിലും മുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു 14 years old ആയിട്ടുള്ള ഒരു ബോയിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഒറ്റ വർഷത്തെ കഥ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. 14 years old ആയിട്ടുള്ള മുന്നു 15 years old ആവുന്ന സമയത്ത് മരിക്കുന്നുണ്ട്, ട്യൂബർക്കുലോസിസ് വന്നിട്ട്. അതുപോലെ തന്നെ അവൻ അനുഭവിക്കുന്ന സഫറിങ്സ്, മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടുള്ള സഫറിങ്സും കാര്യങ്ങളൊക്കെയാണ് കൂലി എന്ന് പറഞ്ഞ വർക്കിൽ പോർട്രേ ചെയ്യുന്നത്. ട്രയോസിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ആർ.കെ. നാരായൺ. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുമ്പോൾ 50 നോവൽസ് ഉണ്ട്, അതുപോലെ 5 ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, 2 ട്രാവൽ ബുക്സ് ഉണ്ട്, പിന്നെ ഒരു മെമ്മോയറും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവൽസൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടും സിമ്പിൾ ടൈറ്റിൽസോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും, പക്ഷേ ഇന്നർ മീനിങ്ങും കോംപ്ലക്സിറ്റിയും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ്. ഫിലോസഫിക്കൽ ഐഡിയാസൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആർ.കെ. നാരായൺ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയണമെങ്കിൽ മാൽഗുഡി എന്ന് പറഞ്ഞ പ്ലേസിലാണ്, ഫിക്ഷണൽ പ്ലേസ് ആയിട്ടുള്ള മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ സൊസൈറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് സദേൺ ഇന്ത്യനെ കാണിക്കാൻ, സൗത്ത് ഏരിയയിലുള്ള ഒരു ഇന്ത്യൻ പ്ലേസ് ആയിട്ട്, ഒരു ടൗൺ ആയിട്ടാണ് മാൽഗുഡിനെ കാണുന്നത്. അതുപോലെ തന്നെ മാൽഗുഡി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യൻ കൾച്ചേഴ്സും സൂപ്പർസ്റ്റിഷൻസ് ആയിട്ടുള്ള ബിലീഫ്സും നമ്മുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ മാൽഗുഡി. മറ്റ് മേജർ വർക്ക്സാണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദി ഡാർക്ക് റൂം, ദി ഇംഗ്ലീഷ് ടീച്ചർ, എ ടൈഗർ ഓഫ് മാൽഗുഡി, ദ വേൾഡ് ഓഫ് നാഗരാജ്. അടുത്ത വ്യക്തിയാണ് രാജാ റാവു. അദ്ദേഹം ഒരു ഇന്ത്യൻ അമേരിക്കൻ റൈറ്ററാണ്, ഇന്ത്യൻ ബോൺ, അമേരിക്കയിൽ ജീവിച്ചിട്ടുള്ള ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ മെറ്റാഫിസിക്സുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഫിലോസഫിയാണ്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്കാണ് കാന്തപുര, അതുപോലെ തന്നെ സർപ്പൻ്റ് ആൻഡ് ദ റോപ്പ്. ഈ 2 വർക്കിലും പറയുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. വേറെ വർക്കാണ് ദ ക്യാറ്റ് ആൻഡ് ദ ഷേക്സ്പിയർ, അത് മെറ്റാഫിസിക്കൽ കോമഡിയാണ്. അതുപോലെ തന്നെ മറ്റു വർക്ക്സാണ് കോംറേഡ് കില്ലർ, ദ ചെസ് മാസ്റ്റർ ആൻഡ് ഹിസ് മൂവ്സ്. ചെസ് മാസ്റ്റർ ആൻഡ് ഹിസ് മൂവ്സ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വർക്കാണ്. അതൊരു മെറ്റാഫിസിക്സുമായിട്ട് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വർക്കാണ്. പിന്നെ കാന്തപുരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു റിയലിസം ഫിക്ഷൻ വർക്കാണ്. ഒരു ഓൾഡ് വുമണാണ് കാന്തപുരൻ നരേറ്റ് ചെയ്യുന്നത്. അതിൽ ഈ ഓൾഡ് വുമണെ ഒരുപാട് പോയിട്രിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഫോക്ലോർ പറയുന്നുണ്ട്, ഹിസ്റ്ററി പറയുന്നുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ പറയുന്നതാണ് കാന്തപുര. ഈ ഓൾഡ് ലേഡി വഴിയാണ് ഇത് നരേറ്റ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകളൊക്കെ കാണിക്കുന്നുണ്ട് വർക്കിൽ. ഇന്ത്യൻ
കൾച്ചറുമായിട്ട് വളരെയധികം കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് കാന്തപുര. അത് പറഞ്ഞാണെങ്കിൽ മിത്സും ഗോഡും ഗോഡസും ബ്ലൈൻഡ് സൂപ്പർസ്റ്റിഷൻസും മിസ്റ്റീരിയസ് ഇൻസൈറ്റ്സും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അതായത് ഒരുപാട് മിത്തുകളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, ഗോഡ്സിനെയും ഗോഡസുകളെയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് നോവലിസ്റ്റുകളെയാണ്. പബാനി ഭട്ടാചാര്യ എന്നുള്ളൊരു നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആണ് മ്യൂസിക് ഫോർ മോഹിനി 1952, എ ഡ്രീം ഇൻ ഹവായി പബ്ലിഷ്ഡ് ഇൻ 1978. അടുത്ത വ്യക്തിയാണ് മനോഹർ മൽഗോൺകർ. അദ്ദേഹം മേജർ വർക്ക്സ് എന്ന് പറയുകയാണെങ്കിൽ ഡിസ്റ്റൻറ്റ് ഡ്രം 1916, ബണ്ടിക്കൂട്ട് ഡ്രം 1982, സ്പൈ നമ്പർ 1971. മൂന്നാമത്തെ വ്യക്തിയാണ് ഖുശ്വന്ത് സിംഗ്. അദ്ദേഹം ഒരു ലോയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വർക്കാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ 1956 എഴുതിയിട്ടുള്ളത്. അതിൽ കൂടുതൽ പറയുന്ന കാര്യം ഇന്ത്യൻ പാകിസ്ഥാൻ പാർട്ടീഷനെ കുറിച്ചിട്ടാണ് ട്രെയിൻ ടു പാകിസ്ഥാനിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ റിലീജിയൻസ് ആയിട്ടുള്ള ഇസ്ലാം, സിഖ്, ഹിന്ദു റിലീജിയൻസിനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് JV ദേശാനി. അദ്ദേഹം മാസ്റ്റർ ഓഫ് ദ അബ്സേർഡിസത്തിൻ്റെ മാസ്റ്ററായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഓൾ അബൌട്ട് ഹാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ് അദ്ദേഹത്തിൻ്റെത്. അടുത്ത ആളാണ് അരുൺ ജോഷി. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആണ് ദ ഫോറിനർ, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ബില്ലി വിശ്വാസ്. അതുപോലെ തന്നെ അർജുൻ ജോഷി എഴുതിയിട്ടുള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും ഒക്കെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അടുത്ത വ്യക്തിയാണ് ചമൻ നഹാൽ. അദ്ദേഹത്തിൻ്റെ വർക്ക് ആസാദി 1975. നെക്സ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സൽമാൻ റുഷ്ദി കൂടുതൽ പ്രൊമിനൻസ് നേടിയിട്ടുള്ളത് 20th സെഞ്ച്വറീൻ്റെ ഹാഫൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ നെറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയണമെങ്കിൽ മിത്തും ഫാൻറ്റസിയും കൂടെ മിക്സ് ചെയ്തിട്ട് റിയൽ ലൈഫിൽ ഇൻജെക്ട് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതായത് നമുക്ക് വായിക്കുന്ന സമയത്ത് റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും, പക്ഷേ അതിലൊക്കെ അദ്ദേഹം മിത്തും അതുപോലെ ഒരുപാട് ഫിക്ഷണൽ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്കാണ് ഗ്രിമസ് 1975, ഷെയിം 1983, ഷാലിമാർ ദ ക്ലൗൺ 2005, മിഡ് നൈറ്റ് ചിൽഡ്രൻ 1918. അദ്ദേഹത്തിന് ബുക്കർ പ്രൈസും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബുക്കർ ഓഫ് ബുക്കർ പ്രൈസും കിട്ടിയിട്ടുണ്ട്. മിഡ് നൈറ്റ് ചിൽഡ്രൻ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. അതിൽ പറയുന്നത് ഈ ഇൻഡിപെൻഡൻറ്റ് ഡേൻ്റെ തലേന്ന് മിഡ് നൈറ്റിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ സ്കില്ല് കിട്ടുകയാണ്, ഒരു സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള സ്കില്ല് കിട്ടുകയാണ്. അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വർക്കാണ് ഈ മിഡ് നൈറ്റ് ചിൽഡ്രൻ. അടുത്ത വ്യക്തിയാണ് ബൊമൻ ദേശായി. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ മെമ്മറി ഓഫ് എലിഫൻസ് 1988. നെക്സ്റ്റ് ശശി തരൂർ. നമ്മൾക്ക് എല്ലാവർക്കും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ. അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിലും സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ മുന്നിലോട്ട് വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നെറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ എപ്പിക്കായിട്ടുള്ള മഹാഭാരതനെ തീമും നെറേറ്റീവ് സ്റ്റൈലും ഒക്കെ യൂസ് ചെയ്തിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. പിന്നെ അടുത്ത ആളാണ് അലൻസീലി. ദ ട്രോട്ടർ നാമ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് 1988. അദ്ദേഹം പോർട്രേ ചെയ്യുന്നത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെയാണ്. മറ്റ് വർക്ക്സാണ് ദ ബ്രെയിൻ ഫീവർ 2003, പേൾസ് ഓഫ് വിസ്ഡം 2016. അടുത്ത വ്യക്തിയാണ് റോഹിൻഡൻ മിസ്ട്രി. അദ്ദേഹം ബോംബെയിൽ ജനിച്ചിട്ട് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സാണ് സച്ച് എ ലോങ് ജേർണി 1991, എ ഫൈൻ ബാലൻസ് 1996, ഫാമിലി മാറ്റേഴ്സ് 2002. റോഹിൻഡൻ മിസ്ട്രി ഡിസ്ക്രൈബ് ചെയ്യുന്നത് പാഴ്സി കമ്മ്യൂണിറ്റീൻ്റെ സ്ട്രഗിൾസും അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ പോകുന്നതിനെ കുറിച്ചിട്ടും അവർക്ക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അവരനുഭവിക്കുന്ന ഒരുപാട് സഫറിങ്സും ഒക്കെയാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത വ്യക്തിയാണ് അമിതാവ് ഘോഷ്. 1956 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്, കൽക്കട്ടയിലാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സാണ് ദ ഷാഡോ ലൈൻസ് 1988, ദ ഗ്ലാസ് പാലസ് 2000, ഹംഗ്രി ടൈഡ് 2004. അടുത്ത വ്യക്തിയാണ് ഉപമന്യു ചാറ്റർജി. പട്നയിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ദ ഇംഗ്ലീഷ് ഓഗസ്റ്റ് 1988, ദ ലാസ്റ്റ് ബേർഡൻ, ദ മെമ്മറീസ് ഓഫ് ദ വെൽഫെയർ സ്റ്റേറ്റ്. അടുത്തത് വിക്രം സേത്. അദ്ദേഹം പ്രോസും പോയിട്രിയും ട്രാവലോഗ്സും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എ സ്യൂട്ടബിൾ ബോയ് 1994, ദ ഗോൾഡൻ ഗേറ്റ് 1986, ആൻഡ് ഈക്വൽ മ്യൂസിക് 1999. അടുത്ത വ്യക്തിയാണ് അമിത് ചൗധരി. അദ്ദേഹത്തിൻ്റെ വർക്ക്സാണ് ആഫ്റ്റർനൂൺ റാഗ് 1993, അതുപോലെ തന്നെ ഫ്രീഡം സോങ് 1998, എ ന്യൂ വേൾഡ് 2000.
പിന്നെ പറയുന്നത് വുമൺ നോവലിസ്റ്റുകളാണ്. വുമൺ നോവലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വുമൺ ആസ് ദ സെൻട്രൽ ഫിഗർ എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പെട്ട റൈറ്റേഴ്സാണ് കമല മാർക്കണ്ഡേയ, അവരുടെ വർക്കാണ് സം ഇന്നർ ഫ്യൂരി 1955. നെക്സ്റ്റ് ശശി ദേശ്പാണ്ഡെ, അവരുടെ വർക്ക് റൂട്ട്സ് ആൻഡ് ഷാഡോസ് 1983. അടുത്തതാണ് റൂത്ത് പ്രവർ ജബ്വാല, അവരുടെ വർക്ക് ടു ഹൂം ഷീ വിൽ 1955. നെക്സ്റ്റ് നയൻതാര സഹഗൽ എ ടൈം ടു ബി 1958. അനിത ദേശായി ദ പീകോക്ക് ഗാർഡൻ 1974. മഞ്ജു കപൂർ ഡിഫിക്കൾട്ട് ഡോട്ടേഴ്സ്. ലാസ്റ്റ് വരുന്നതാണ് ബട്ട് നോട്ട് ലീസ്റ്റ് അരുന്ധതി റോയ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് 1996. അവർക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ ഒരുപാട് അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. എ ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 എ ടൈഗർ ഫോർ മാൽഗുഡി ഡീറ്റെയിൽഡ് സമ്മറി. അതിൽ ഫസ്റ്റ് പറയുന്നത് ആർ.കെ. നാരായണും അദ്ദേഹത്തിൻ്റെ ലൈഫും കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസിപുരം കൃഷ്ണസ്വാമി അയ്യർ നാരായണ സ്വാമി എന്നാണ്. ഒരു ലോങ് നെയിമാണ്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ഗ്രഹാം ഗ്രീന് പിന്നീട് ആർ.കെ. നാരായൺ എന്ന ഷോർട്ട് നെയിമിലേക്ക് മാറാൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആർ.കെ. നാരായൺ എന്നുള്ള ഒരു ഷോർട്ട് നെയിം അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. ഹി വാസ് ബോൺ ഇൻ 906 ഇൻ മദ്രാസ്. ഹി വാസ് എ ലീഡിംഗ് ഓതർ ഓഫ് ഏർലി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ഗ്രഹാം ഗ്രീൻ വാസ് ഹിസ് മെൻറ്റർ ആയിരുന്നു. നമ്മുടെ ആർ.കെ. നാരായൺ ഹി വാസ് ഫ്രം തമിഴ് ബ്രാഹ്മിൻ ഫാമിലി ആൻഡ് ഹി വാസ് വൺ ഓഫ് 8 ചിൽഡ്രൻ. അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ 8 മക്കളിൽ ഒരാളായിരുന്നു ആർ.കെ. നാരായൺ. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രാൻഡ് മദറിനോട് കൂടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാൻഡ്മയാണ് അദ്ദേഹത്തിന് അരിത്മാറ്റിക്കും മിതോളജിയും ക്ലാസിക്കൽ ഇന്ത്യൻ മ്യൂസിക്കും സാൻസ്ക്രിറ്റും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ആർ.കെ. നാരായൺ രാജം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡീനെ കാണുന്നുണ്ട്. ദേ വെർ ഫെൽ ഇൻ ലവ് ആൻഡ് ദേ ഗോട്ട് മാരീഡ്. അവർ കല്യാണം കഴിക്കുന്നുണ്ട്. പിന്നെ ആർ.കെ. നാരായണൻ്റെ ഫേമസ് വർക്ക്സ് ആണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ബാച്ചിലർ ഓഫ് ആർട്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ. നമ്മുടെ മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിക്ഷണൽ പ്ലേസിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർ.കെ. നാരായണനെ കുറിച്ച് പറഞ്ഞപ്പോൾ. ആ ഒരു ഫിക്ഷണൽ ഇമാജിനേഷൻ ലാൻഡ്സ്കേപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സ്വാമി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ദ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന വർക്കിൽ. പിന്നെ അദ്ദേഹത്തിന് ദ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക് ഒരു മൂവിക്ക് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മൂവിക്ക് പിന്നീട് ബെസ്റ്റ് ഫിലിം ഫെയർ അവാർഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. അതായത് നോർമലായിട്ട് കോമൺ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, എവറിഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സിന് ആർ.കെ. നാരായൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹി ഗോട്ട് മെനി അവാർഡ്സ് ലൈക്ക് A.C. ബെൻസൺ മെഡൽ, പത്മഭൂഷൺ, സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങിയിട്ടുള്ള അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. Then he was also nominated in Rajya Sabha and Indian Parliament. He was died in 2001 at the age of 94 in Tamil Nadu. Next subheading ആണ് ആർ.കെ. നാരായൺസ് മാൽഗുഡി. അതിൽ നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ഹിസ് നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ആർ സെറ്റ് ഇൻ മാൽഗുഡി. ആസ് വി നോ ദസ്, നമുക്കറിയാം മാൽഗുഡിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക വർക്ക്സും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരിക്കലും ഒരു മൈസൂർ ബേസ്ഡ് സിറ്റി അല്ല. കാരണം അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോക്ക് നടക്കുന്നുണ്ടായിരുന്നു. മൈസൂരിൽ വെച്ചിട്ടാണ് മൈസൂരാണ് നമ്മുടെ മാൽഗുഡി എന്നുള്ള ഇതിലൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ദിസ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ മൈസൂർ, ഇറ്റ്സ് ലൈക്ക് ദ സൗത്ത് ഇന്ത്യൻ ടൗൺ ഓഫ് ദോസ് ഡേയ്സ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ടൗണിനെ പോലെയാണ് നമ്മുടെ മാൽഗുഡി ഉള്ളത്. അതായത് അതേപോലെയുള്ള റോഡുകൾ, കാര്യങ്ങൾ, പീപ്പിൾ, അതേപോലെയുള്ള നടക്കുന്ന സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരായണന് മാത്രം ഇമാജിനേഷനിൽ വന്നിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അദ്ദേഹം അതിനെക്കുറിച്ചൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു എസ്സേ ആയിട്ട് ഒരു കുഞ്ഞ സ്പീച്ചായിട്ട് അതിൻ്റെ ഭാഗം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് US ഒരു അവാർഡ് സെറമണി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്നാണ് ആ വേർഡ് വന്നിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഫ്രം വേർ മാൽഗുഡി എന്നുള്ള ആ ഒരു നെയിം എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതൊരു പെട്ടെന്നുള്ള രീതിയിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു പേരാണ്
എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് ഡീറ്റെയിൽഡ് സമ്മറി ഓഫ് എ ടൈഗർ ഓഫ് മാൽഗുഡി എന്നുള്ള. അതിൽ ഓക്കെ, ടൈഗർ ഓഫ് മാൽഗുഡി എന്നുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1983 അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള നോവൽസിലൊക്കെ ടൈഗർ ആസ് എ നറേറ്റർ എന്ന രീതിയിലാണ് ഇതിൽ വന്നിട്ടുള്ളത്. മറ്റുള്ള നോവൽസിലൊക്കെ മേ ബി എ മാനോ ഓർ എ വുമൺ ഓർ എനി അതർ ക്യാരക്ടേഴ്സൊക്കെ ആയിരിക്കും നറേറ്ററായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാന്തപുര രാജാറാവുൻ്റെ. അദ്ദേഹത്തിൻ്റെ വർക്കിൽ കാന്തപുരയിൽ ഒരു ഓൾഡ് ലേഡിയാണ് നറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഒരു ഓൾഡ് വുമൺ ആണെന്ന്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈമും ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, നമ്മുടെ ടൈഗറാണ് ഇവിടെ നറേറ്ററായിട്ട് പറയുന്നത്. ടൈഗറിൻ്റെ കഥ പറയുന്ന രീതിയിലാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ RK നാരായണന് ഫ്രം എവിടെ നിന്നാണ് ഈ ഒരു ടൈഗർ നറേറ്റർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഒരിക്കൽ ഒരു ന്യൂസ് പേപ്പർ ഫോട്ടോ കാണാനിടയായി. അതൊരു ഹെർമിറ്റ്, ഒരു സ്വാമി ലൈക്ക് പേഴ്സൺ ഒരു ടൈഗറിൻ്റെ കൂടെ നടന്നു പോകുന്നതാണ്. ഒരു കുംഭമേളയിൽ അഹമ്മദാബാദിലല്ല, ഓക്കെ, അലഹാബാദിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു കുംഭമേളയിൽ എന്തെയാണ് നടന്നു പോകുന്ന ഒരു ഹെർമിറ്റും അതുപോലെ തന്നെ ഒരു ടൈഗറും കൂടെ നടന്നു പോകുന്ന ഒരു ന്യൂസ് പേപ്പർ ഫോട്ടോ കണ്ടതോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന് ടൈഗർ ആസ് ദ നറേറ്റർ എന്നൊരു ഐഡിയ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഫോട്ടോയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈഗർ ഭയങ്കര ഫെയ്ത്ത്ഫുള്ളി ആയിട്ട് മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാത്ത രീതിയിലൊക്കെയാണ് ആ ഒരു ഹെർമിറ്റിൻ്റെ കൂടെ പോകുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഐഡിയ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഈ വർക്ക് 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടൈഗറിൻ്റെ ഓരോ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് പാർട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നോവൽ ബിഗിൻസ് വിത്ത് ദ നറേറ്റർ രാജ, എ സർക്കസ് ടൈഗർ ഫ്രം എ സൂ. People watch him like other caged animals, but Raja is different, that he can think, judge, analyze and remember like humans. നമ്മുടെ ടൈഗറിൻ്റെ പേര് രാജ എന്നാണ്. രാജ ഒരു സൂലാണ് നിൽക്കുന്നത്. ആളുകളൊക്കെ മറ്റുള്ള കൂട്ടിനകപ്പെട്ടിട്ടുള്ള ആനിമൽസിനെ കാണുന്നത് പോലെ തന്നെയാണ് നമ്മുടെ രാജനെ കാണുന്നത്. പക്ഷേ രാജ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹീ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ആനിമൽസ്, ദാറ്റ് ഹീ ക്യാൻ ജഡ്ജ്, അനലൈസ്, തിങ്ക് ആൻഡ് റിമെമ്പർ ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. ഒരു ഹ്യൂമൻ ബീങ്സിനെ പോലെ ഈ രാജയ്ക്ക് ജഡ്ജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും റിമെമ്പർ ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ആനിമൽസിൽ നിന്നൊക്കെ രാജ ഡിഫറെൻ്റ് ആണ്. ഈ രാജനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹീ സ്പെൻഡ് ഹിസ് ഏർലി ഡേയ്സ് ഇൻ മെംബി ഹിൽസ് വിത്ത് ഹിസ് മദർ. അതിൻ്റെ മദറിൻ്റെ കൂടെയാണ് ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. മെംബി ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹില്ലിൻ്റെ മുകളിലായിരുന്നു. അവരുടെ നമ്മുടെ രാജയുടെ കപ്പ്ഹുഡ്, അതായത് കുഞ്ഞുനാളിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര കെയർ ഫ്രീ ആയിരുന്നു, ലൈക്ക് ഹ്യൂമൻ ബീങ്സിനെ പോലെ. അതായത് ഫീഡ് ചെയ്യാൻ അതിൻ്റെ മദറുണ്ട്, വേറെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ ജീവിച്ചു പോന്നിരുന്ന ഒരു കബ്ബായിരുന്നു, ഒരു ടൈഗർ ആയിരുന്നു നമ്മുടെ രാജ. പക്ഷേ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് മദർ ഹി ഫീൽ അൺപ്രൊട്ടക്റ്റഡ് ആൻഡ് ബുളീഡ് ബൈ അതർ ബിഗ് ആനിമൽസ്. പക്ഷേ അതിൻ്റെ അമ്മയുടെ മദർ ടൈഗറിൻ്റെ മരണത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് നമ്മുടെ ടൈഗർ ഫീൽ എലോണായി പോവുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ഹണ്ട് ചെയ്യാനും ഒന്നും അറിയാത്തൊരവസ്ഥ, ആ ഒരു രീതിയിലേക്കൊക്കെ പോവുകയാണ്. അൺപ്രൊട്ടക്റ്റഡ് ആയി മാറുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ബിഗ് ആനിമൽസിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ചൂഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ലേറ്റർ നമ്മുടെ ടൈഗർ ചിന്തിക്കുകയാണ്, ഹീ തിങ്ക് ഹിംസെൽഫ് ആസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. കാട്ടിലുള്ള രാജാവ് ആരാണ്? കിങ് നമ്മുടെ ടൈഗറാണെന്ന് ചിന്തിക്കുകയാണ്. കാരണം നമ്മുടെ ലയണിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളത് ടൈഗറാണെന്നാണ് ടൈഗർ ചിന്തിക്കുന്നത്. കാരണം ലയൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം, ഹണ്ട് ചെയ്യുന്നത് ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ടൈഗർ അങ്ങനെയല്ല, ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ് തുടങ്ങിയിട്ടുള്ള രീതിയിലൊക്കെയാണ് ടൈഗറിനെ കണക്കാക്കുന്നത്. സോ ഹീ തിങ്ക് ദാറ്റ് ഹീസ് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ള ആനിമൽസൊക്കെ നമ്മുടെ ടൈഗറിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട്, ലൈക്ക് എക്സെപ്റ്റ് മങ്കി ആൻഡ് ബേർഡ്സ്. കാരണം മങ്കി ക്യാൻ ക്ലൈംബ് ബട്ട് ടൈഗർ കാണ്ട്. ദെൻ ബേർഡ്സ് ക്യാൻ ഫ്ലൈ ബട്ട് ടൈഗർ കാണ്ട്. അതാണ് പറയുന്നത്. കാരണം മങ്കീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ടൈഗർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ക്ലൈം ഫാസ്റ്റ്. അവർക്ക് പെട്ടെന്ന് ചാടിക്കടിച്ച് ഒരു ട്രീൻ്റെ മുകളിൽ കയറാൻ പറ്റും. ബട്ട് ടൈഗേഴ്സിന് കഴിയില്ല. അതേപോലെ തന്നെ ബേർഡ്സിനെ ക്യാച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ ബേർഡ്സ് ക്യാൻ ഫ്ലൈ, അവർക്ക് പറക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ ടൈഗറിന് ഒരിക്കലും പറക്കാനും കഴിയില്ല.
ആ രണ്ട് ആനിമൽസ്, ആ രണ്ട് ക്രിയേച്ചേഴ്സ് ഒഴികെ ബാക്കി എല്ലാവരും നമ്മുടെ ടൈഗറിനെ പേടിച്ചിരുന്നു എന്നാണ് ടൈഗർ ഹിംസെൽഫ് തിങ്ക് ദാറ്റ്. ഓക്കെ, ദെൻ ഹി മെറ്റ് ടൈഗ്രസ് ആൻഡ് ദേ ഗെറ്റ് മാരീഡ്. അവരൊരു മെഡോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറിനെ വേണ്ടിയിട്ട് വഴക്ക് കൂടുന്നുണ്ട്. ആ സമയത്താണ് അവർ ഫെൽ ഇൻ ലവ് ആവുന്നത്. ഫെൽ ഇൻ ലവ് ഒന്നല്ല, ആ ഒരു ബഹളം, ആ ഒരു കോൺഫ്ലിക്റ്റ് ഒരു ജാക്കിൾ വന്നിട്ട് തടയുന്നുണ്ട്. അങ്ങനെ അവർ ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ദെൻ ദേ ബിക്കം മാരീഡ്. ദേ ഹാവ് 4 cubs. ആ 4 കുട്ടികളുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ടൈഗർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈഗ്രസും അതുപോലെ തന്നെ ഈ 4 cubsഉം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു റിവർ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എ ഗ്രൂപ്പ് ഓഫ് മെൻ ഒരു ഭയങ്കര ഹൊററായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ടൈഗർ ആകെ വറീഡ് ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടൈഗ്രസും കപ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ ഹി സോ ഹിസ് മേറ്റ് ആൻഡ് കപ്സ് ലേയിങ് ഡൈഡ്. പുൾഡ് ബൈ എ ലൈൻ ഓഫ് മെൻ ആൻഡ് എ സെറ്റ് ഓഫ് മെൻ അറൈവ് ഇൻ എ ജീപ്പ് ടു ടേക്ക് അവേ ഹിസ് ഡിയറസ്റ്റ് ഡെഡ് ഫാമിലി. അങ്ങനെ കുറച്ച് ആളുകൾ കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടൈഗ്രസിനെയും ആ 4 cubsനെയും വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം കാണുകയാണ് നമ്മുടെ ടൈഗർ. ദെൻ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാമിലി ടോട്ട് ഹിം ടു ടേക്ക് റിവെഞ്ച്. ആ സമയത്താണ് രാജ എന്ന് പറഞ്ഞ നമ്മുടെ ടൈഗറിന് ഹ്യൂമൻ ബീയിങ്സിനോട് റിവെഞ്ച് എടുക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഹി ക്യാച്ച് ദ ഷീപ്പ് ആൻഡ് മെൻ ഫൗണ്ട് ഹിം ബട്ട് ഹി ക്യാൻ എസ്കേപ്പ് ഫ്രം ദ ട്രാപ്പ്. ലേറ്റർ മെൻ ഇൻഫോം ദിസ് ഇൻസിഡൻറ്റ് ടു ദ കളക്ടർ. അതായത് ഓരോ രാത്രി വന്നിട്ടും ഷീപ്സിനൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ടൈഗർ ചെയ്യുന്നത്. അങ്ങനെ വില്ലേജേഴ്സ് വറീഡ് ആവുന്നുണ്ട്, അവർ ട്രാപ്പ് വെക്കുന്നുണ്ട്. വൺസ് നമ്മുടെ ടൈഗർ ട്രാപ്പിൽ കുടുങ്ങുന്നുണ്ട്, ബട്ട് ഹി ക്യാൻ എസ്കേപ്പ്. അങ്ങനെ ലേറ്റർ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആളുകൾ വില്ലേജേഴ്സ് അവരുടെ കളക്ടറെ അടുത്ത് ഈ ഒരു ഇൻഫോർമേഷൻ, ഈ ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. ലേറ്റർ കളക്ടർ ഒരു പെറ്റീഷൻ എഴുതി തരാൻ പറയുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും ആക്ഷൻ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നത്തിങ് ഹാപ്പൻഡ്, ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ വീണ്ടും സ്റ്റിൽ നമ്മുടെ ടൈഗർ ക്യാച്ചിങ് ഷീപ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ എന്തെങ്കിലുമൊക്കെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിൽക്കുന്നുണ്ട്. സെക്കൻഡ് പോർഷനിൽ പറയുന്നത് കാര്യം എന്താ പറയുക, എ ക്യാപ്റ്റൻ ഫ്രം മാൽഗുഡി ബോട്ട് എ യെല്ലോ മങ്കി ആൻഡ് എ പാരറ്റ്. ദാദാജി ഓൺഡ് ദ സർക്കസ് ഇൻ പൂന. ക്യാപ്റ്റൻ വോണ്ട് ടു ജോയിൻ എ സർക്കസ്. ക്യാപ്റ്റൻ സ്റ്റാർട്ടഡ് സർക്കസ് കരിയർ. ഒരു ക്യാപ്റ്റൻ്റെ കഥ പറയുന്നുണ്ട്. ക്യാപ്റ്റന് ഒരു മങ്കീനെയും പാരറ്റിനെയും ഒക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ദാദാജി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ക്യാരക്ടറിന് വരുന്നുണ്ട്. ആ ക്യാരക്ടറിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, നമ്മുടെ ക്യാപ്റ്റൻ പോകുന്നുണ്ട്. ഈ ദാദാജി ഒരു സർക്കസ് ഓണറാണ്. ഓക്കെ, അദ്ദേഹം പൂനെയിലുള്ളൊരു സർക്കസ് ഓണറാണ്. സോ നമ്മുടെ ക്യാപ്റ്റന് ഒരു സർക്കസിലേക്ക് ചേരാം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരുന്നുണ്ട്. ആ സമയത്താണ് ദാദാജീസ് ഗ്രാൻഡ് സർക്കസ് എന്നാണ് നമ്മുടെ ദാദാജിയുടെ സർക്കസിൻ്റെ പേര്. ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ദാദാജിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, സർക്കസിൽ ചേരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദാദാജി ചോദിക്കുന്നുണ്ട് ആനിമൽസിനെ കുറിച്ചിട്ട് എത്രത്തോളം നോളജ് ഉണ്ടെന്നൊക്കെ. ബട്ട് ക്യാപ്റ്റൻ പറയുന്നുണ്ട് അദ്ദേഹം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡോഗ്, ക്യാറ്റിനൊക്കെ മാത്രമേ പരിചയമുള്ളൂ, ബാക്കി വൈൽഡ് ആനിമൽസിനൊന്നും വലിയ പരിചയമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ നമ്മുടെ ദാദാജി അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ആദ്യം ഒരു ചെറിയ തൊഴിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഹോഴ്സിനൊക്കെ ട്രീറ്റ് ചെയ്യുക, അതിന് റിട്ടേൺ ചെയ്ത് കേജിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്ന സമയത്ത് ഫീഡ് ചെയ്യുക, അവരുടെ കേജ് ക്ലീൻ ആക്കുക തുടങ്ങിയിട്ടുള്ളൊക്കെ ഡ്യൂട്ടി ആയിരുന്നു. ലേറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ദാദാജി സർക്കസ് ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ദി ഓൾഡ് മാൻ ദാദാജി ക്യാപ്റ്റൻ സെറ്റ് അപ്പ് ന്യൂ സർക്കസ് ഇൻ മാൽഗുഡി. പുതിയൊരു സർക്കസ് തുടങ്ങുന്നുണ്ട് മാൽഗുഡിയിൽ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ദാദാജി. അതിൻ്റെ പേര് ഗ്രാൻഡ് മാൽഗുഡി സർക്കസ് എന്നുള്ള പേരിലാണ് നമ്മുടെ ക്യാപ്റ്റന് പിന്നീട് സർക്കസ് സെൻറ്റർ തുറന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ എന്താ ചെയ്യാണ്, നമ്മുടെ മാൽഗുഡി ഭയങ്കര ഫേമസ് ആയി മാറുകയാണ് ഫോർ സർക്കസിൽ. അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ വൈഫ് റീത്ത, അവർ ട്രാപ്പിസ് എന്ന് പറഞ്ഞുള്ളൊരു ടീം ലീഡ് ചെയ്തിട്ട് നമ്മുടെ സർക്കസിൽ തന്നെ ക്യാപ്റ്റൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആ സമയത്താണ് നമ്മുടെ ക്യാപ്റ്റന് ഹിയർ അബൌട്ട് ദ വില്ലേജസ് കംപ്ലെയിൻ അബൌട്ട് ക്യാച്ചിങ് ദി ടൈഗറിനെ പിടിക്കുന്ന ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ക്യാപ്റ്റൻ അപ്പോഴാണ് കേൾക്കുന്നത്. അങ്ങനെ അദ്ദേഹം വില്ലേജേഴ്സിനോട് പറയുകയാണ് അദ്ദേഹം അവരെ സഹായിക്കാം, ഹി ഹെൽപ്പ് ദ വില്ലേജേഴ്സ് ആൻഡ് മേക്ക് എ ട്രാപ്പ് ഫോർ ദ ടൈഗർ. പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ടൈഗറിനെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന് വേണം, സർക്കസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വേണമെന്ന് പറയുന്നുണ്ട്. വില്ലേജസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രാത്രികൾ ട്രാപ്പ് ചെയ്തിട്ടൊന്നും കിട്ടാതെ വന്നു. ഒരു ദിവസം എന്ത് ചെയ്തു, ഒരു ലാമ്പിൻ്റെ കേജിനുള്ളിലാക്കിയിട്ട് നമ്മുടെ ടൈഗറിനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ടൈഗർ ട്രാപ്പിൽ കുടുങ്ങി.
അങ്ങനെ ടൈഗർ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ക്യാപ്റ്റൻ്റെ കൂടെ എവിടെ പോവുകയാണ്, സർക്കസിലേക്ക് പോവുകയാണ്. ലേറ്റർ ആദ്യം നമ്മുടെ ടൈഗർ ഹാസ് നോ ഐഡിയ അബൌട്ട് ദ ന്യൂ പ്ലേസ്. ആ സർക്കസ് പ്ലേസിനെ കുറിച്ചിട്ട് നമ്മുടെ ടൈഗറിന് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നീടൊക്കെ ക്രമേണ മനസ്സിലായി, ഗ്രാജുവലി ഹി അണ്ടർസ്റ്റാൻഡ്സ് എന്തിനാണ് വന്നതെന്നുള്ള കാര്യം പിന്നീട് മനസ്സിലായി തുടങ്ങി. അങ്ങനെ ഒരു റിംഗ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ റിംഗ് മാസ്റ്റർ ഓരോ കാര്യങ്ങളും നമ്മുടെ ടൈഗറിനെ പഠിപ്പിച്ചു അതുപോലെ ചെയ്യാൻ. റൺ, കമോൺ, റൺ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ വേർഡ്സ് പഠിപ്പിച്ചു. അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ നമ്മുടെ ടൈഗറിന് മനസ്സിലായി ഹി ഫീൽസ് കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ്. ഒരു ഹെൽപ്പും ഇനി അവിടുന്ന് കിട്ടില്ല, അവിടുന്ന് എസ്കേപ്പ് ആവാൻ കഴിയില്ല എന്നുള്ള കാര്യം ടൈഗറിന് മനസ്സിലായി. അതുപോലെ തന്നെ ദർ ഈസ് നോ ഹോപ്പും ഇല്ല എന്നും മനസ്സിലായി തുടങ്ങി. പക്ഷേ നമ്മുടെ ടൈഗറിന് അവിടെ ആകെ മനസ്സിലായിരുന്നത്, അറിഞ്ഞിരുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു ചിമ്പാൻസി ആയിരുന്നു, ഒരു ചിമ്പായിരുന്നു. അങ്ങനെ പിന്നീട് ആ ചിമ്പ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ടൈഗറിനെ മനസ്സിലാക്കി കൊടുത്തു. ഇനി ഇവിടുന്ന് രക്ഷയില്ല, ഇവർ പറയുന്ന പോലെ, റിംഗ് മാസ്റ്റർ പറയുന്ന പോലെ ഇവരെ ഓർഡേഴ്സിനനുസരിച്ച് നീ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ടൈഗറിന് മനസ്സിലായി. ടൈഗർ ഗ്രാജുവലി ബിക്കംസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് മെമ്പർ ഓഫ് ദ സർക്കസ്. മറ്റു ആനിമൽസിനെ പോലെ തന്നെ അതിനേക്കാൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു മെമ്പറായിട്ട് മാറി. നമ്മുടെ ക്യാപ്റ്റന് മാൽഗുഡിയിൽ ഏകദേശം ഒരു വർഷത്തിൽ 6 മാസത്തോളം സർക്കസ് അവിടെ നടത്തി പോന്നിട്ടുണ്ടായിരുന്നു. ഓരോ ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അദ്ദേഹം ഒരു സ്പീച്ച് പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ ആവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊരു ഷോർട്ട് സ്പീച്ച് നമ്മുടെ ക്യാപ്റ്റൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ടാണ് ഷോ തുടങ്ങാറുള്ളത്. അങ്ങനെ ഒരു ടൈഗറും ഗോട്ടും കൂടെ മിൽക്ക് സിപ്പ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ ഒരു ഷോ ഉണ്ട്. നമ്മുടെ ടൈഗറും വേറൊരു ഗോട്ടുമാണ്. ആദ്യ സമയങ്ങളിലൊക്കെ ഈ ഗോട്ട് ഭയങ്കര ഫിയർഫുൾ ആയിരുന്നു. ഓക്കെ, ആ ഒരു ടൈഗറും ഗോട്ടും കൂടെ മിൽക്ക് സിപ്പ് ചെയ്യണ ഒരു സീനുണ്ട്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോൺ വയലൻസിനെ കാണിക്കാനാണ്. ആ സമയത്ത് നമ്മുടെ ടൈഗറിനെയാണ് അതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യ സമയങ്ങളിലൊക്കെ ഗോട്ട് ഭയങ്കര ഫിയർഫുൾ ആയിട്ടാണ് കാണപ്പെട്ടിരുന്നത്, ടൈഗർ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള രീതിയിൽ. ടൈഗർ വിചാരിച്ചിരുന്നത് ഈ ഗോട്ടിനെയാണ് തനിക്ക് കഴിക്കാനുള്ളത് എന്നാണ്. കാരണം ഹീസ് എ മീറ്റ് ഈറ്റർ ആണ്. അതൊരിക്കലും മിൽക്ക് കഴിക്കൂല, മിൽക്ക് ഡ്രിങ്ക് ചെയ്യൂല. പക്ഷെ ആദ്യ കാലങ്ങളിൽ ആ മിൽക്ക് കുടിച്ചിരുന്ന സമയത്ത് ഹീ ഫീൽ എന്താ പറയുക, അത് കൂടുതലായിട്ട് അതിന് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനത് കുടിക്കാനായിട്ട്. പിന്നീട് ലേറ്റർ അതെന്തായി, ഓക്കെ ആയി വന്നു. അങ്ങനെ ഒരു ദിവസം ഈവനിങ്ങിൽ, അതായത് ഈ ജൂബിലി ഷോ നടക്കുന്ന സമയത്ത് വൈകുന്നേരം ഇതേപോലെ നമ്മുടെ ഗോട്ടും ടൈഗറും കൂടി സിപ്പ് ചെയ്യുന്ന ആ ഒരു സീനിൽ പെട്ടെന്ന് നമ്മുടെ ടൈഗർ ഗോട്ടിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹെഡ് അവിടുന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫിലിം പ്രൊഡ്യൂസർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫിലിം പ്രൊഡ്യൂസർ ലേറ്റർ നമ്മുടെ ക്യാപ്റ്റനെ കാണാൻ വരുന്നുണ്ട്. എന്തിന്, ആ ഒരു ടൈഗറിനെ വേണമെന്ന് പറഞ്ഞിട്ട്, ടൈഗറിനെ ആ ഒരു അറ്റാക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് അങ്ങനെ ഒരു സീന് ഷൂട്ട് ചെയ്യാനാണ്. അപ്പോൾ ആ ടൈഗറിനെ വേണമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡയറക്ടറിന് ഒരു ജൈജാൻറ്റിക് റെസ്ലറെ കൂടെ ക്യാരക്ടറായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മദ്രാസ് മൊത്തം അലയുന്നുണ്ട്. ലേറ്റർ ദേ ഫൗണ്ട് ജുഗു എന്ന് പറഞ്ഞുള്ള ഒരു ക്യാരക്ടറിനെ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ജുഗു ആണ് ഈ റെസ്ലറായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റെസ്ലർ ജുഗുവിൻ്റെ ഗോട്ടിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈഗർ വരുന്നുണ്ട്. ആ സമയത്ത് ജുഗു ഭയങ്കര ജൈജാൻറ്റിക് ആയിട്ടുള്ള റെസ്ലറാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്ലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെയർ ഹാൻഡോട് കൂടിയിട്ട് ടൈഗറിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ആ ഒരു സീൻ കാണിക്കാനാണ്. അങ്ങനെ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ലേറ്റർ നമ്മുടെ പിന്നീട് നമ്മുടെ ടൈഗർ തിരിച്ച് മാൽഗുഡിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് മാൽഗുഡിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നടന്നത്, മാൽഗുഡിയിൽ രാജ ഇങ്ങനെ റോം ചെയ്ത് നടക്കുകയാണ്. ആ റോം ചെയ്ത് നടക്കുന്ന സമയത്താണ് ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. കാരണം ഒരു ടൈഗറാണല്ലോ നടക്കുന്നത് അതിനെക്കുറിച്ചിട്ട്. കാരണം ഒരു ടൈഗറാണ്, ആളുകൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ രാജ ഈസ് നോട്ട് ബോതേഡ് അബൌട്ട് ദാറ്റ്. കാരണം അതിങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അതായത് ആളുകളെ പേടിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുമില്ല, അതിങ്ങനെ ജസ്റ്റ് റോമയിൽ നടന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ രാജ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിൻ്റെ അടുത്തെത്തി. ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ കിടന്നുറങ്ങി. പക്ഷേ രാജ ഉണർന്ന സമയത്താണ് മനസ്സിലായത് പ്രിൻസിപ്പളും സ്റ്റാഫും ബാക്കിയുള്ള ആളുകളും ഒക്കെ വന്നിട്ട് അവരൊക്കെ ഹെൽപ്പിന് വേണ്ടി നിൽക്കുകയാണെന്നുള്ളത്. ആ സമയത്താണ് ഒരു ന്യൂ ക്യാരക്ടർ പറയുന്നത്, അൽഫോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
ഷിക്കാരി അൽഫോൺസ് എന്നാണ് പറയുന്നത്. അതായത് ടൈഗറിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ഷിക്കാരി ആയിട്ടാണ്. ആ ഷിക്കാരി അൽഫോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗണ്ണുമായിട്ടാണ് ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ളത്. ആ സമയത്ത് ഒരു സ്പിരിച്വൽ ലീഡർ, ഒരു മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഡ്രങ്കണായിട്ടാണ് നമ്മുടെ അൽഫോൺസ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഡ്രങ്ക്സ് ഒക്കെ അടിച്ചുകൊണ്ട് ഡ്രിങ്ക് ചെയ്തുകൊണ്ട്, അതായത് ആൽക്കഹോളിലായിട്ട് ഇരിക്കുമ്പോൾ റെസ്ക്യൂ മിഷൻ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അൽഫോൺസ് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡ് മാസ്റ്റർ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ രാജ എങ്ങനെയാണ്, നോർമൽ ഹ്യൂമൻ ബീങ്സിനെ പോലെയുള്ള സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ പറയുന്നത് മനസ്സിലാവും എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ മാസ്റ്റർ അവിടെ നടത്തിയിട്ടുള്ളൊരു സ്പീച്ച് രാജയ്ക്ക് മനസ്സിലാവുകയാണ്. രാജ ഭയങ്കര കാമായിട്ട് നമ്മുടെ മാസ്റ്ററിനെ ഒബേ ചെയ്യുകയാണ്. അദ്ദേഹം അവിടുന്ന് പോവാൻ പറയുന്ന സമയത്ത് രാജ കാമായിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അത് ബാക്കിയുള്ള ആളുകളിൽ ഭയങ്കര ഭയങ്കരമായിട്ട് അത്ഭുതം ഉണ്ടാക്കി. അങ്ങനെ പിന്നീട് നടക്കുന്നത് രാജയും അതുപോലെ തന്നെ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു സേവ് ടൈഗർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി വരുന്നുണ്ട്. നമ്മുടെ ഈ അൽഫോൺസ് ഈ ടൈഗറിനെ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ടൈഗറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ടൈഗർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി വരുന്നുണ്ട്. അങ്ങനെ അൽഫോൺസിനോട് ഷൂട്ട് ചെയ്യരുത്, അത് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പാർട്ട് 4 പറയുന്നത് രാജയും മാസ്റ്ററും ഇന്ത്യ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഫോർ സ്പ്രെഡിങ് ഫിലോസഫി ഓഫ് നോൺ വയലൻസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വയലൻ്റ് അല്ലാത്ത ഒരു ഏരിയ, ഒരു ഇന്ത്യ, ഒരു ആളുകളെ, മനുഷ്യത്വം, ഹ്യൂമൻ ബീങ്സിനെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നോൺ വയലൻസ് സ്പ്രെഡ് ചെയ്യുന്നത്. കാരണം ടൈഗർ ഒരു അരഗൻ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. പക്ഷേ ഒരു മാസ്റ്ററിൻ്റെ കൂടെ ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് ഒബേ ചെയ്ത് നടക്കുന്നുണ്ട്. ദാറ്റ്സ് റെപ്രസെൻറ്റഡ് ദ നോൺ വയലൻസ്. അങ്ങനെ അവർ മൗണ്ടെയ്ൻസും ഹിൽ ടോപ്സും അങ്ങനെ ഒരുപാട് ഏരിയകൾ കവർ ചെയ്ത് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മാസ്റ്ററിനെയും ടൈഗറിനെയും കാണുന്നുണ്ട്. അവരുടെ ആ ഒരു പ്രവൃത്തിയിൽ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു വുമൺ അപ്പിയർ ചെയ്തിട്ട് മാസ്റ്ററിനോട് പറയുന്നുണ്ട് അവരുടെ കൂടെ തിരിച്ചു പോകാനും അവരുടെ ഫാമിലീൻ്റെ കൂടെ കഴിയാനും ഒക്കെ. പക്ഷേ മാസ്റ്റർ റിപ്ലൈ ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോഴും ഡിഫറെൻറ്റ് പേഴ്സൺ ആണ്, ലൈക്ക് രാജനെ പോലെ തന്നെ. രാജ ഒരു വയലൻറ്റ് ബീസ്റ്റ് അല്ല, അതുപോലെ തന്നെ ഞാനൊരു നോർമൽ ഹ്യൂമൻ ബീങ് അല്ല, ഭയങ്കര കാമായിട്ട് പോകുന്ന ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ തിരിച്ചു വരാൻ കഴിയുന്നില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലേഡി അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ രാജ ബിക്കം ഓൾഡർ ടൈഗറായി മാറുന്നുണ്ട്. ഹണ്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്. കാരണം ഫിസിക്കലി ഹെൽപ്ലെസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു സൂ കീപ്പറിനെ കാണുന്നതും സൂ കീപ്പറിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് മാൽഗുഡിയിലേക്ക് വരുത്തിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് രാജനെ ടേക്ക് കെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സൂ കീപ്പർ പറയുന്നുണ്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ രാജയ്ക്ക് കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ട് രാജനെ അവിടുന്ന് കൊണ്ടുപോവാണ്. ആ സമയത്ത് നമ്മുടെ മാസ്റ്റർ രാജയ്ക്ക് ഒരുപാട് അഡ്വൈസുകൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്നാണ് സൂവിലേക്ക് പോവുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇനി അവിടെ ചെയ്യണം, ഭയങ്കര പീസ്ഫുള്ളായി നിൽക്കണം, അവിടെയുള്ള കുട്ടികളൊക്കെ ഹാപ്പിയാക്കി നിർത്തണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സൂവിൽ അവിടെ അവർ റെഡിയാക്കി തരും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു നോൺ വയലൻസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ഫ്രണ്ട്സും, അതായത് രാജയും അതുപോലെ തന്നെ മാസ്റ്ററും രണ്ട് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. അതോട് കൂടിയിട്ടാണ് നമ്മുടെ നോവൽ അവസാനിക്കുന്നത്. ഇതിൽ പറയുന്നത് സ്പിരിറ്റ്സിനെ കുറിച്ചിട്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിലോസഫി പറയുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സും ആനിമൽസും തമ്മിലുള്ള റിലേഷൻ പറയുന്നുണ്ട്. നോൺ വയലൻസ് പറയുന്നുണ്ട്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വർക്കിൽ R.K. നാരായൺ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് ടൈഗർ ഫോർ മാൽഗുഡീൻ്റെ അനാലിസിസ് ആണ്. ടൈഗർ ഫോർ മാൽഗുഡീൻ്റെ അനാലിസിസ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് പ്ലോട്ടാണ്. എന്താണ് പ്ലോട്ട് എന്നുള്ളത്? പ്ലോട്ട് ഈസ് ദ ഫ്രെയിം വർക്ക് ഓഫ് ദ സ്റ്റോറി. ഇറ്റ് ഹാസ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് എ എൻഡ്. ഒരു ബിഗിനിങ്ങും ഒരു മിഡിലും, ഒരു സ്റ്റാർട്ടും ഒരു മിഡിലും അതുപോലെ തന്നെ ഒരു എൻഡ് ഉണ്ടായിരിക്കും. ഒരു
പെർഫെക്റ്റ് ഒരു ഫോമിലാണ് നമ്മുടെ പ്ലോട്ട് ഉണ്ടാവുക. വെറുതെ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ട് വെറുതെ അവസാനിപ്പിക്കുക എന്നുള്ളൊരു ഇതിൽ വരാൻ പാടില്ല. അതിനൊരു പ്രോപ്പറായിട്ടുള്ള സ്റ്റാർട്ടിങ് വേണം, ഒരു മിഡിൽ വേണം, അതുപോലെ തന്നെ ഒരു എൻഡും വേണം. പിന്നെ നമ്മുടെ പ്ലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ്, അതുപോലെ ഈവൻറ്റുകൾ, ആക്ഷൻസ്, ഇതൊക്കെ കൂടെയുള്ള മിക്സപ്പാണ് നമ്മുടെ പ്ലോട്ട് എന്നുള്ളത് അറിയപ്പെടുന്നത്. എ നോവൽ ഹാവ് എ പ്ലോട്ട് ആൻഡ് സബ് പ്ലോട്ട്. പ്ലോട്ട് ഈസ് നോട്ട് എ സമ്മറി ഓഫ് ദ വർക്ക്. പ്ലോട്ട് എന്ന് പറഞ്ഞെങ്കിൽ അതൊരിക്കലും ഒരു സമ്മറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. പ്ലോട്ട് ഈസ് ദ ഫ്രെയിം വർക്ക് ഓഫ് ദ സ്റ്റോറി. ആ ഒരു സ്റ്റോറീൻ്റെ ഫ്രെയിം വർക്കാണ്, അല്ലാതെ ആ ഒരു നോവലിൻ്റെ സമ്മറി അല്ല എന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഇനി ഇവിടെ നാരായൺ എക്സ്പ്ലെയിൻസ് ഹൗ ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് എ നോവൽ വിത്ത് എ ടൈഗർ ആസ് ദ മെയിൻ ക്യാരക്ടർ. എവിടെ നിന്നാണ് ആ ഒരു ഐഡിയ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. അത് നമ്മൾ ഓൾസോ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കുംഭമേള എന്ന് പറഞ്ഞിട്ടുള്ള അലഹാബാദിൽ വെച്ച് നടക്കുന്ന ആ ഒരു ഫെസ്റ്റിവൽ, ആ ഒരു സമയത്ത് ആ ഒരു ഹെർമിറ്റിൻ്റെ കൂടെ ഒരു ടൈഗർ ഭയങ്കര ഫെയ്ത്ത്ഫുള്ളി ആയിട്ട് ഭയങ്കര ഒബേ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഭയങ്കര കാമായിട്ട് നടക്കുന്ന ആ ഒരു പിക്ചർ കാണുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ ഓതറിന് ഒരു ടൈഗറിനെ എന്തുകൊണ്ടൊരു മെയിൻ ക്യാരക്ടറാക്കിയിട്ട് ഒരു വർക്ക് ചെയ്തിക്കൂടാ എന്നുള്ളൊരു ഐഡിയ വരുന്നത്. ഈ ഒരു കുംഭമേള എന്നുള്ളത് 12 ഇയേഴ്സ് കൂടുമ്പോൾ അലഹാബാദിൽ നടക്കുന്നതാണ്. 3 റിവേഴ്സ് ആയിട്ടുള്ള ഗംഗ, യമുന, അതുപോലെ തന്നെ സരസ്വതി, ഈ 3 റിവേഴ്സ് തമ്മിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കുംഭമേള എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ഫെസ്റ്റിവൽ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഐഡിയ വരുന്നത്. പക്ഷേ RK നാരായൺ മാത്രമല്ല നമ്മുടെ ഈ ഒരു ആനിമൽസിൻ്റെ ക്യാരക്ടേഴ്സായിട്ട് എടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് ഇന്ത്യൻ ക്ലാസിക്സ് ആയിട്ടുള്ള പഞ്ചതന്ത്ര, അതുപോലെ ജാതക ടെയിൽസ്, ഇതിലൊക്കെ ആനിമൽസിനെ ക്യാരക്ടേഴ്സായിട്ട് എടുത്തിട്ടുണ്ട്. പഞ്ചതന്ത്രയിൽ ആനിമൽസ് ആയിട്ടുള്ള ബുൾ, ലയൺ, ജാക്കൽ, മങ്കി, ഇവരൊക്കെ ക്യാരക്ടേഴ്സായിട്ട് എടുത്തിട്ടുണ്ട്. ജാതക ടെയിൽസിലാണെങ്കിൽ ഡീർ, എലിഫൻറ്റ്, മങ്കി, ഇതിനൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ദിസ് ഈസ് ഓൾസോ ദി ഓട്ടോബയോഗ്രഫിക്കൽ ടെയിൽ ഓഫ് ദി രാജ. ഒരിക്കലും ഇത് RK നാരായണൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ ടെയിൽ അല്ല, രാജ എന്ന് പറഞ്ഞ ടൈഗറിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ ടെയിലാണ്. ഈ നോവലിൽ ബെഗിൻ ചെയ്യുന്നത് ഏജ്ഡ് ആയിട്ടുള്ള രാജ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ എന്ത് ചെയ്യാണ്, ആ ഒരു കേജിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തൻ്റെ സ്റ്റോറി ഇങ്ങനെ നരേറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് വരുന്നത്. ആ സമയത്ത് രാജ ഓരോ ലൈഫിലുണ്ടായിരുന്ന ഓരോ സിറ്റുവേഷൻസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോട് കൂടി പറയുന്നുണ്ട് that he is not like other caged animals in the zoo. He is different, that he can analyze, think and judge like human beings. അതായത് മറ്റുള്ള ആ സൂവിലുള്ള മറ്റുള്ള കേജിൽ കഴിയുന്ന അനിമൽസിനെ പോലെ അല്ല താനെന്നാണ് പറയുന്നത്. കാരണം രാജയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഹി ക്യാൻ അനലൈസ്, തിങ്ക് ആൻഡ് ജഡ്ജ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. റിമെമ്പർ ചെയ്യാനും ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും അനലൈസ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എന്തിന് മാത്രം കഴിയില്ല, ഹി കാൺട്ട് ടോക്ക്, സംസാരിക്കാൻ കഴിയില്ല. ആ ഒരു ലാക്ക് മാത്രമേ രാജയ്ക്കുള്ളൂ എന്നാണ് രാജ പറയുന്നത്. ഫസ്റ്റ് രാജ ടോക്സ് അബൌട്ട് ഹിസ് ഡേയ്സ് ഇൻ മെമ്പി ഫോറസ്റ്റ്. ആദ്യം മെമ്പി ഫോറസ്റ്റിലുള്ള കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് മദറിൻ്റെ കൂടെ കപ്പ് ഹുഡിൽ കഴിഞ്ഞിരുന്ന കാലം. പിന്നീട് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ദി മദർ ഹി ഫീൽ ലോൺലി, അലോണായി പോവുകയാണ്. പിന്നീട് ഭയങ്കര എന്താ പറയുക, ബാക്കിയുള്ള അനിമൽസിൻ്റെ കൂടെയൊക്കെ നിന്ന് അങ്ങനെ ഓവർകം ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് ഹീസ് ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ് എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ടൈഗ്രസിനെ മെറ്റ് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് 4 cubs. ദെൻ ഹി ലോസ്റ്റ് ഹിസ് ബിലൗഡ് ഫാമിലി ഡ്യൂ ടു ദ ക്രൂവൽറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്. അവിടെ മുതലാണ് ഹ്യൂമൻ ബീങ്സിനോട് പ്രതികാരം ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വരുന്നത്. കാരണം ആ ഒരു ബിലൗഡ് ആയിട്ടുള്ള ഫാമിലിനെ നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട്. അങ്ങനെ പിന്നീട് ക്യാപ്റ്റൻ രാജനെ കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ സർക്കസിൽ അങ്ങനെ ജീവിച്ചു പോരുകയാണ്. പിന്നീടാണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ക്യാപ്റ്റൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ രാജ ചെയ്തു വന്നതോട് കൂടിയിട്ട് ഹി ബിക്കം ദ സ്റ്റാർ ആനിമൽ ഓഫ് ദ മാൽഗുഡി സർക്കസ്. പക്ഷേ ക്യാപ്റ്റൻ എങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്, ഹീസ് എ ഗ്രീഡി പേഴ്സൺ, സോ അലൗസ് എ ഫിലിം ടു ബി മെയ്ഡ് ഓൺ രാജ. അദ്ദേഹത്തിന് കൂടുതൽ ക്യാഷ് വേണം, രാജയെ വെച്ചിട്ട് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ഗ്രീഡി തോട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ്, ഒരു ആർത്തി. അതിൻ്റെ പേരിൽ നമ്മുടെ രാജനെ ഫിലിം ഷൂട്ടിങ്ങിനായിട്ട് അലോ ചെയ്യുകയാണ്. പിന്നെ മധുസൂദനൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ഫിലിം മേക്കറാണ്, പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള വെപ്പൺ, ഒരു ആയുധം, ഒരു ഇലക്ട്രിക്കൽ മെറ്റൽ ഗാഡ്ജറ്റ് നമ്മുടെ രാജേൻ്റെ ശരീരത്തിൽ ഘടിപ്പിക്കുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ ആക്ടിന് വേണ്ടിയിട്ടാണ്. അവർക്കൊക്കെ അറിയാം ആ ഒരു ആക്ട് ഷൂട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ഭയങ്കര പെർഫെക്റ്റ് എന്നല്ല, കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടാൻ സാധ്യതയുള്ള ഒരു ആക്റ്റാണ്. അപ്പോൾ ആ ഒരു ആക്ടോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് കൂടുതൽ പോപ്പുലർ ആവാമെന്ന് നമ്മുടെ ഫിലിം മേക്കറും അതുപോലെ തന്നെ ക്യാപ്റ്റനും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് രാജനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ്, കൂടുതൽ പെയിനൊക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട്.
പക്ഷെ അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് ആ വെപ്പൺ പെട്ടെന്ന് തെന്നി പോകുന്നുണ്ട്. ആ സമയത്ത് ക്യാപ്റ്റൻ്റെ ഹെഡ് രാജ ടീയേഴ്സ് ഓഫ് ചെയ്യുന്നുണ്ട്, തല പോകുന്നുണ്ട് ക്യാപ്റ്റൻ്റെ. അതിനുശേഷമാണ് നമ്മുടെ രാജ റോം ചെയ്തിട്ട് നടന്ന് മാൽക്കുടിയിൽ തന്നെ തിരിച്ചെത്തുന്നതും, അതുപോലെ തന്നെ മാൽക്കുടിയിൽ തന്നെ തിരിച്ചെത്തുന്നതും സ്കൂളിലേക്ക് കടക്കുന്നതും. അങ്ങനെ അവിടെ കഴിയുന്നുണ്ട്. പ്രിൻസിപ്പളും ബാക്കിയുള്ള ആളുകളൊക്കെ പാനിക്കാവുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലാസ്റ്റിലാണ് രാജ നമ്മുടെ ഹോളി മാസ്റ്ററിനെ ഫോളോ ചെയ്യുന്നതും. അങ്ങനെ മാസ്റ്ററും ടൈഗറും അങ്ങനെ ഒരുപാട് ഫിലോസഫിക്കൽ ഡിസ്കഷൻസിലൂടെയൊക്കെ അവരുടെ ലൈഫ് ഇങ്ങനെ ഓൾഡ് ആവുന്നത് വരെ കൊണ്ട് നടന്നു. അങ്ങനെ ഓൾഡായ സമയത്ത് നമ്മുടെ മാസ്റ്റർ രാജനോട് സൂയിലേക്ക് തന്നെ പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സൂ കീപ്പറിനെ കൊണ്ടുവന്നിട്ട് സൂയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് ലൈഫിൽ നമ്മുടെ സോളുകൾ തമ്മിൽ മീറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ R.K. നാരായൺ സക്സീഡ്സ് ഇൻ ട്രാൻസ്ഫോമിങ് എ ഫാൻറ്റസി ഇൻ ടു എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ഈ ഒരു ഫാൻറ്റസി സ്റ്റോറി ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നതിൽ നമ്മുടെ R.K. നാരായൺ സക്സസ് ആവുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ടൈഗർ ഒരിക്കലും ഒരാളെ ഫോളോ ചെയ്തിട്ടൊന്നും നടക്കൂല. അതുപോലെ തന്നെ ടൈഗർ ഒരിക്കലും സംസാരിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ ഒരു ഫാൻറ്റസി, ആ ഒരു അത്ഭുതകരമായിട്ടുള്ള നടക്കാത്ത സംഭവങ്ങളെക്കുറിച്ച് പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്നും സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് നമ്മുടെ ടൈഗർ മാറിപ്പോവുകയാണ്. അതായത് ഭയങ്കര കാമായിട്ട്, ഒരു ടൈഗറിൻ്റെ അറഗൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഭയങ്കര കാമായിട്ട് ഒരു സ്പിരിച്വൽ ലൈഫ് ലീഡ് ചെയ്യാണ്. ആ ഒരു സംഭവം, ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന രീതിയിൽ നാരായൺ സക്സസ് ആവുകയാണ് ഈ ഒരു വർക്കിൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മുടെ ടൈഗറിൻ്റെ ലൈഫ് പോർട്രേ ചെയ്തിട്ടുള്ളത് 4 എപ്പിസോഡുകളാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് എപ്പിസോഡ് ഈസ് ജംഗിൾ ലൈഫാണ്, ആ ഒരു കബ്ഹുഡിൻ്റെ ടൈമാണ്. സെക്കൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞെങ്കിൽ സർക്കസ് ലൈഫ്. തേർഡ് എപ്പിസോഡ് ഫിലിം ഷൂട്ടിങ്. ആൻഡ് ദ ഫോർത്ത് എപ്പിസോഡ് ഈസ് പീസ്ഫുൾ ലൈഫ് വിത്ത് ദ മാസ്റ്റർ. സോ ദ പ്ലോട്ട് ഓഫ് ദ നോവൽ ഈസ് എപ്പിസോഡിക് ആണെന്ന് പറയാം. എപ്പിസോഡിക് എന്ന് പറഞ്ഞാൽ എപ്പിസോഡ്സ് ആയിട്ട് പറയുന്നതിനാണ് നമ്മൾ എപ്പിസോഡിക് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ദ ഓതേഴ്സ് ചൂസ് ദ ടൈറ്റിൽ ദാറ്റ് ആർ ഹൈലി പേഴ്സണൽ ടു ദ പ്രൊട്ടഗോണിസ്റ്റ്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. നോവൽസിൻ്റെ കാര്യമാണെങ്കിലും ഇനിയിപ്പോൾ മൂവീസിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു ടൈറ്റിൽ അതിൻ്റെ പ്രൊട്ടഗോണിസ്റ്റുമായിട്ട് വളരെ റിലേറ്റബിൾ ആയിട്ടായിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. എ ടൈഗർ ഫോർ മാൽഗുഡി എന്നുള്ള ഒരു ടൈറ്റിൽ നമ്മുടെ രാജ എന്ന് പറഞ്ഞ ടൈഗറുമായിട്ട് വളരെ ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അങ്ങനെ ഹിയർ ദ ടൈറ്റിൽ ഓഫ് ദിസ് നോവൽ ഈസ് സിമ്പിൾ ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ്. നമുക്ക് ആ ഒരു ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഇന്നർ മീനിങ് ഒന്നും ടൈറ്റിലില്ല. ആസ് ദ നോവൽ പ്രോഗ്രസസ് ദ ഡീപ്പർ മീനിങ് ഓഫ് ദ ടൈറ്റിൽ സ്റ്റാർട്ട്സ്. നോവൽ തുടങ്ങി അങ്ങനെ പോകുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് മനസ്സിലാവുക ടൈഗർ ഫോർ മാൽഗുഡി എന്നുള്ള ആ ഒരു ടൈറ്റിൽ കൊണ്ട് എന്താണ് ഉദ്ദേശം എന്നുള്ള കാര്യം നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. നാരായൺസ് പ്രോട്ടഗോണിസ്റ്റ് ഈസ് നോട്ട് ആൻ ഓർഡിനറി ക്രിയേച്ചർ ബട്ട് എ സ്പിരിച്വലി ഇവോൾവ് ടൈഗർ. നാരായണൻ്റെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ രാജ എന്ന് പറഞ്ഞ ടൈഗർ നോട്ട് ആൻ ഓർഡിനറി ക്രിയേച്ചർ, വെറും ഒരു ഓർഡിനറി ക്രിയേച്ചർ അല്ല, ഒരു സ്പിരിച്വലി ഇവോൾവ് ആയിട്ടുള്ള സ്പെഷ്യൽ സ്കിൽസ് ഒക്കെ ഉള്ള ഒരു ടൈഗറാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഹ്യൂമൻ ബീങ്സിനെ പോലെയുള്ള കാപ്പബിലിറ്റീസ് ഒക്കെ ഉണ്ട്, സ്കിൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻഡിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണ് നമ്മുടെ ടൈഗർ. The title expresses the theme of the book in a poetic way. Master once said that the country need a tiger for every village to keep people disciplined. അതായത് ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ പീപ്പിളും കുറച്ചൊക്കെ ഗ്രീഡിയാണെന്ന് പറയുന്നുണ്ട്, വില്ലേജേഴ്സ്. അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ പറയുന്നൊരു കാര്യമാണ് എല്ലാ വില്ലേജിലും എല്ലാ കൺട്രിയിലും ഒരു ടൈഗറിൻ്റെ ആവശ്യമുണ്ട്. ആ ടൈഗർ വരുന്നതോട് കൂടിയിട്ട് ആളുകൾ ഡിസിപ്ലിൻ ആവുന്നുണ്ട്. അത് പറയാനുള്ള കാരണം ആ സ്കൂളിന് നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ആ ടൈഗർ നാട്ടിൽ റോം ചെയ്ത് നടക്കുന്ന സമയത്ത് ആളുകളെല്ലാവരും പേടിച്ച് വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. കുട്ടികളെല്ലാം സ്കൂളിൽ തന്നെ നിൽക്കുന്ന എല്ലാവരും ഭയങ്കര പേടിച്ചിട്ട് ഭയങ്കര ഫിയർഫുൾ ആയിട്ട് നടക്കുകയാണ് ഡിസിപ്ലിനോട് കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഒരു ടൈഗർ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ കൂടുതൽ ഡിസിപ്ലിൻഡായി മാറും എന്നുള്ള കാര്യം. അടുത്തത് ദ നോവൽ ആസ് ആൻ അലഗറി എന്നുള്ള ടൈറ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് അലഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. Allegory is a story, poem or picture that can be interpreted to reveal a hidden meaning. ഒരു ഹിഡൻ മീനിങ് റിവീൽ ചെയ്യുന്ന ഒരു സ്റ്റോറിക്കോ പോമിനോ പിക്ചറിനോ ഒക്കെ നമുക്ക് അലഗറി എന്ന് പറയാം. ജോൺ ബെനൻസിൻ്റെ ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. അതിൻ്റെ അലഗറി എന്ന് പറഞ്ഞെങ്കിൽ മോറലായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള അലഗറിയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
അതുപോലെ തന്നെ എഡ്മണ്ട് സ്പെൻസറിൻ്റെ ദ ഫെയറി ക്വീൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ റിലീജിയസ് ആയിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള അലഗറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നോവലിൻ്റെ അലഗറി എങ്ങനെയാണെന്ന് നോക്കാം. ദ സ്റ്റോറി ഈസ് എ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ടൈഗർ ഫ്രം സബ് ഹ്യൂമൻ. നമ്മൾ ഓൾസോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു നോവലിൽ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, അലഗറി എന്ന് പറയണമെങ്കിൽ രണ്ട് രീതിയിലാണുള്ളത്. രണ്ട് രീതിയിലുള്ള അലഗറി ഉള്ളത്, ഫാബിൾ അലഗറിയും പാരബിൾ അലഗറി എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിൽ. ഇവിടെ ഫാബിൾ അലഗറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് ആയിരിക്കും വിത്ത് മോറൽ ലെസൺസോട് കൂടിയുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ്. അതിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുണ്ടാവുക ആനിമൽസ് ആണ്. പക്ഷെ നമ്മുടെ പാരബിൾ സ്റ്റോറി ആണെങ്കിൽ, പാരബിൾ അലഗറി ആണെങ്കിൽ അവിടെ ഹ്യൂമൻ ബീയിങ്സ് ആണ് ക്യാരക്ടേഴ്സ് ആയിട്ടുണ്ടാവുക. അപ്പം നമുക്ക് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ ഫാബിൾ അലഗറി. ഈ നോവൽ ഒരു ഫാബിൾ അലഗറി ആണെന്ന് പറയാം. കാരണം അനിമൽസിനെയാണ് ഇവിടെ ക്യാരക്ടേഴ്സായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അനിമൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അനിമൽസ് അല്ല, നമ്മുടെ മെയിൻ ക്യാരക്ടർ ആരാണ്? അനിമലാണ്. ഓക്കെ, ദിസ് വർക്ക് ഈസ് ആൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് കണ്ടംപററി പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. ഇറ്റ് പോർട്രേസ് ഇന്ത്യ ആസ് ബോത്ത് വിക്ടിം ആൻഡ് ഒപ്രസർ. ഇനി നമുക്ക് നോക്കാം ഈ ഒരു വർക്കിൽ എങ്ങനെയാണ് ഇന്ത്യ വരുന്നത്, ഇവിടെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ വരുന്നത്, സംഭവങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, അവിടെ പറയുന്നത് ടൈഗേഴ്സ് ലൈഫ് ബിഗിൻസ് വിത്ത് ഫ്രീഡം. ദ ടൈഗർ ഈസ് റെപ്രസെൻറ്റഡ് ഇന്ത്യ. അതായത് ആ ഒരു കബ്ഹൂട്ടിൻ്റെ സമയത്ത് ടൈഗർ ഭയങ്കര ഫ്രീ ആയിട്ട് ലാവിഷായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ടൈഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യനെയാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സർക്കസ് ട്രെയിനിങ് റെപ്രസെൻറ്റ്സ് ദ ഇമ്പോസിഷൻ ഓഫ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഓൺ ഇന്ത്യ. നമുക്ക് മനസ്സിലാവും ക്യാപ്റ്റൻ വന്നിട്ട് സർക്കസ് ട്രെയിനിങ്ങിലോട്ട് നമ്മുടെ രാജനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ കാലങ്ങളിലൊക്കെ രാജയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താണ് സർക്കസിൽ നടക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു, അതൊന്നും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു. പിന്നീട് രാജയ്ക്ക് മനസ്സിലായി ഈ ഒരു സർക്കസിൻ്റെ ഉള്ളിൽ നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ, പുറത്തു പോകാൻ ഒരു വഴിയുമില്ല, ഒരു ഹോപ്പുമില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോപ്പ്ലെസ്സും ഹെൽപ്ലെസ്സുമാണ് നമ്മുടെ രാജ എന്നുള്ള കാര്യം. ഒരു ഹോപ്പുമില്ല അവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റും എന്നുള്ളത്, കടക്കാനുള്ള ഒരു സംവിധാനവും ഇല്ലേനും. അപ്പോൾ അവിടെ കുടുങ്ങി പോവുകയാണ്, ആളവിടെ ട്രാപ്പായി പോവുകയാണ്. പക്ഷെ പിന്നീട് മനസ്സിലാക്കുകയാണ് ഈ സർക്കസിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റാർ ഓഫ് ദി സർക്കസായി മാറാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ എന്താണ് ഇന്ത്യൻ പീപ്പിളിൻ്റെ അടുത്ത് വരികയാണ്. ഇന്ത്യൻ പീപ്പിൾ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ്റെ ഉള്ളിൽ അകപ്പെട്ട് പോവുകയാണ്. പിന്നീട് അവർക്ക് മനസ്സിലാവുകയാണ് ഇത് പഠിച്ചെടുക്കല്ലാതെ വേറെ നിവൃത്തിയില്ല, പുറത്തു പോവാൻ രാജയെ പോലെ ഹെൽപ്ലെസ്സുമാണ് ഹോപ്പ്ലെസ്സുമാണ്. അങ്ങനെ അവർ ചിന്തിക്കുകയാണ് അവരെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്താവാം, ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവാം. അങ്ങനെ എന്ത് ചെയ്യാണ് ഈ ഒരു ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ എന്താണ് നമ്മൾക്ക് സർക്കസ് ട്രെയിനിങ് സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ലേറ്റർ ദ ടൈഗർ ലേൺസ് ടു അബാൻഡൻ ഇറ്റ്സ് ഓൺ ട്രഡീഷൻസ് ആൻഡ് ബിക്കം സബോർഡിനേറ്റ് ടു ഹ്യൂമൻ സൊസൈറ്റി. പിന്നീട് ടൈഗറിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് ഈ ഒരു സർക്കസ് സെൻറ്റർ പറയുന്നത് പോലെ ചിന്തിക്കാനും ഭക്ഷണം കഴിക്കാനും അവർ ട്രെയിൻ ചെയ്യുന്ന പോലെ പെർഫോം ചെയ്യാനും ഒക്കെ നിൽക്കുകയാണ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുന്നത് പോലെ നിന്നു ഇന്ത്യൻ പീപ്പിൾ എന്നാണ് ഉദ്ദേശം. The final liberation of the tiger is achieved not by the violence but by the sannyasi, a figure who represents Gandhi and the tradition of non-violent resistance. ഫൈനൽ ലിബറേഷനിൽ നമ്മുടെ ടൈഗർ നോൺ വയലൻസിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അത് ടൈഗറിൻ്റെ മാത്രം ഒരു അച്ചീവ്മെൻ്റ് അല്ല, ആ ഒരു സന്യാസി ഹോളി മാസ്റ്റർ വന്നതോട് കൂടിയിട്ടാണ് ആ ഒരു പരിപാടി അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹോളി മാസ്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയെയാണ്. മഹാത്മാഗാന്ധി വന്നു ടൈഗറിൻ്റെ, അതായത് ഇന്ത്യൻ പീപ്പിളിൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി അവരെ റെസ്പെക്റ്റ് ചെയ്തു, അവരുടെ കൂടെ നിന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഹിയർ ദ സന്യാസി റെപ്രസെൻറ്റഡ് മഹാത്മാഗാന്ധി. ഇത്രയാണ് ഇന്ത്യ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള കാര്യം പറയുന്നത്. പിന്നെ നാരായൺ ബ്രിങ്സ് ഔട്ട് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ സ്പിരിച്വലി ഇവോൾവിംഗ് ടൈഗർ ആൻഡ് ദ അൺഡിഗ്നിഫൈഡ് ആൻഡ് ഗ്രീഡി ഹ്യൂമൻ ബീങ്സ്. അതായത് ആ ഒരു അൺഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഗ്രീഡി ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ടൈഗറിൻ്റെ ലൈഫും ആണ് പറയുന്നത്. പിന്നെ നമ്മൾ യൂണിറ്റ് 4 കൂടെ ഒന്ന് നോക്കുന്നുണ്ട്. യൂണിറ്റ് 4ൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. യൂണിറ്റ് 4 പറയുന്നത് എ ടൈഗർ ഫോർ മാൽഗുഡി സ്റ്റൈൽ ആൻഡ് ക്യാരക്ടറൈസേഷൻ എന്നാണ് അതിൻ്റെ ഒരു മെയിൻ ഹെഡിങ് പറയുന്നത്. ഇവിടെ നമ്മൾ R.K. നാരായണൻ്റെ സ്റ്റൈലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻനെസ്, നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഒരു ഇന്ത്യൻ റൈറ്റർ ആണെന്നുള്ള കാര്യം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കിലും ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ടൈഗർ ഫോർ മാൽഗുഡി എന്നുള്ള വർക്കാണെങ്കിലും മാൽഗുഡി എന്നുള്ളതൊരു സദേൺ
പ്ലേസ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിലുള്ളത്, സദേൺ ഇന്ത്യ ആയിട്ടാണ്. അതുപോലെ തന്നെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള രാജ എന്നുള്ള നെയിം, രാജു അല്ല രാജ എന്നുള്ള ആ നെയിമും നമുക്കറിയാം ഒരു ഇന്ത്യൻ നെയിമാണ്. അതുപോലെ തന്നെ റീത, പിന്നെ ഫിലിം ഡയറക്ടറുടെ നെയിമായിട്ടുള്ള മദൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഒരു ഇന്ത്യൻ നെയിമാണ്. അപ്പോൾ ആ ഇന്ത്യൻനെസ് എങ്ങനെയാണെന്ന് നോക്കാം. ഹിസ് വർക്ക് ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഇന്ത്യൻ മോഡ് ഓഫ് ലിവിങ്. ഇന്ത്യൻ മോഡ് ഓഫ് ലിവിങ്ങുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് നമ്മുടെ വർക്ക്. ദ മെയിൻ തീം ഓഫ് ദ നോവൽ ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടൈഗർ, ദാറ്റ് ഈസ് ഇന്ത്യൻ. ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടൈഗർ എന്നുള്ളത് മനസ്സിലാവുന്നത് നമ്മുടെ ഇന്ത്യൻ റിലീജിയസ് കൺസെപ്റ്റാണ്. ഒരു സോൾ ഉണ്ട്, സോൾ മീറ്റ് ചെയ്യും, നെക്സ്റ്റ് ലൈഫ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടൈഗർ എന്നുള്ള ഒരു മെയിൻ തീം ഇന്ത്യയുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരു ക്രിറ്റിക്കായിട്ടുള്ള വില്യം വാൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നാരായണൻ്റെ എല്ലാ വർക്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പല സ്ഥലങ്ങളിൽ ഇന്ത്യൻ ട്രഡീഷൻസും കസ്റ്റംസൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ആണ് ദ മോട്ടീഫ് ഓഫ് എ ഗുരു ഓർ എ യോഗി ഈസ് ഓൾസോ ആൻ ഇന്ത്യൻ. നമുക്കറിയാം യോഗി, ഗുരു എന്നൊക്കെയുള്ള ആ ഒരു മോട്ടീഫ് അത് ഇന്ത്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഫാൻറ്റസി ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ ദ ട്രഡീഷണൽ ഇന്ത്യൻ എപ്പിക്സ് ആൻഡ് സ്റ്റോറീസ്. പിന്നെ ഫാൻറ്റസി യൂസ് ചെയ്തിട്ടുണ്ട്. ഫാൻറ്റസി യൂസ് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈഗർ ഒരിക്കലും ഒരു ഹ്യൂമൻ ബീങ്സിനെ ഒബേ ചെയ്തിട്ട് അങ്ങനെ പുറകെ നടന്നു പോവില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ടൈഗറിന് ഹ്യൂമൻ ബീങ്സിനെ പോലെ ചിന്തിക്കാനോ അതുപോലെ ഓർത്തെടുക്കാനോ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതൊരു മിത്തായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ ഒരു ഫാൻറ്റസിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഫാൻറ്റസി ഇവിടെ കൊണ്ടുവരികയാണ്. ഈ ഫാൻറ്റസി നമ്മുടെ ആർ കെ നാരായണൻ മാത്രമല്ല കൊണ്ടുവന്നിട്ടുള്ളത്, ഒരുപാട് എപ്പിക്സ് ആയിട്ടുള്ള ഇന്ത്യൻ എപ്പിക്സ് ആയിട്ടുള്ള രാമായണ, മഹാഭാരത, ജാതക ടൈൽസ്, അതിലൊക്കെ എന്തുണ്ട്, നമ്മുടെ ഫാൻറ്റസി വന്നിട്ടുണ്ട്. ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ എപ്പിക്കുകളിലും മഹാഭാരത തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ ക്ലാസിക് വർക്ക്സിലൊക്കെ വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഫാൻറ്റസി. റിയൽ അല്ലാത്ത സംഭവങ്ങൾ റിയാലിറ്റിയിലൂടെ കാണിക്കുക. അടുത്തതാണ് നരേറ്റീവ് ടെക്നിക്സുകൾ. അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള നരേറ്റീവ് ടെക്നിക്കാണ്. നമ്മൾ ഓൾസോ പറഞ്ഞു ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. ഓട്ടോബയോഗ്രഫിക്കൽ വർക്കല്ല, രാജ നരേറ്റ് ചെയ്യുന്ന ഓട്ടോബയോഗ്രഫിക്കൽ ടെയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ നരേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ദ നരേഷൻ മൂവ്സ് ഫോർവേഡ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് നരേഷൻ പോകുന്നത്. അതായത് ഫസ്റ്റ് രാജ ആ ഒരു കേജിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി, ലൈഫ് സ്റ്റോറി പറയുകയാണ്. പിന്നീട് കപ്പ്ഹുഡ്, ടൈഗ്രസിനെ മെറ്റ് ചെയ്യുന്നത്, മാരീഡ് ആവുന്നത്, അവരെ ഹ്യൂമൻ ബീങ്സ് കില്ല് ചെയ്ത് കൊണ്ടുപോകുന്നത്, ക്യാപ്റ്റന്, വില്ലേജേഴ്സ്, സർക്കസ് സെൻറ്റർ, പിന്നെ മാസ്റ്ററിനെ കാണുന്നത് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ്. പിന്നെ ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ ഹിസ് ലാംഗ്വേജ് ഇസ് സിമ്പിൾ ആൻഡ് റീഡബിൾ. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജാണ്. പിന്നെ വേറൊരു സംഭവം സറ്റയർ, ഐറണി, ഹ്യൂമർ, ഈ 3 സംഭവങ്ങളും വർക്കിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. നാരായൺ ട്രാൻസ്ലേറ്റ് ദ ഹ്യൂമൻ ക്വാളിറ്റീസ് ഇൻ ടു ഹിസ് റൈറ്റിംഗ്. അദ്ദേഹം ഹ്യൂമൻ ക്വാളിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സ് തിങ്ക് ദാറ്റ് ദേ ആർ സുപ്പീരിയർ ആൻഡ് ആനിമൽസ് ആർ ഇൻഫീരിയർ. അതാണ് ഇവിടെ ആര് പറയുന്നത്, സറ്റയർ ആയിട്ട് പറയുന്നത്. ഹ്യൂമൻ ബീങ്സ് ചിന്തിക്കുന്നത് അവരാണ് ഇൻഫീരിയർ, സുപ്പീരിയർ ആയിട്ടുള്ള സംഭവങ്ങൾ. ആനിമൽസൊക്കെ അവർ ഒബേ ചെയ്തിട്ട് ഇൻഫീരിയർ ആയിട്ട് അവർ പറയുന്നതെല്ലാം കേട്ട് അവർക്കനുസരിച്ച് നിൽക്കേണ്ട ഒരു ക്രിയേച്ചേഴ്സാണ് ആനിമൽസ് എന്നാണ് ഹ്യൂമൻ ബീങ്സ് ചിന്തിക്കുന്നത്. അതൊരു കളിയാക്കലാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺവെർസേഷൻസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഹ്യൂമൻ ബീങ്സ് ഹാവ് ദെയർ ഓൺ തിയറീസ്. ഹ്യൂമൻ ബീങ്സിന് അവരുടേതായ തിയറി ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സംഭവം, ടൈഗേഴ്സ് അറ്റാക്ക് ഓൺലി വെൻ ദേ ഫീൽ ഹംഗ്രി അൺലൈക്ക് ഹ്യൂമൻ ബീങ്സ് ഹൂ സ്ലോട്ടർ വൺ അനദർ വിതൗട്ട് പർപ്പസ് ഓർ ഹങ്കർ. ടൈഗർ അറ്റാക്ക് ചെയ്യൽ അവർക്ക് ഹംഗ്രി ഫീൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് മാത്രമാണ് ആരെങ്കിലും ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും മറ്റ് അനിമൽസിനാണെങ്കിലും ഹണ്ട് ചെയ്ത് കഴിക്കാറുള്ളൂ. അല്ലാതെ ഒരു കാരണമില്ലാതെ അവർ കൊല്ലാറില്ല എന്നാണ്. പക്ഷേ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ വിത്തൗട്ട് ഒരു റീസണും ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റീസണും ഇല്ലാതെ അവരുടെ സ്വന്തം കൂടപ്പിറപ്പായിട്ടുള്ള ആളുകളെയും മറ്റുള്ള വ്യക്തികളെയും മൃഗങ്ങളെയും ഒക്കെ അവരെന്ത് ചെയ്യാറുണ്ട്, വെറുതെ കൊന്നു തള്ളാറുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു സറ്റയറാണ്. അതുപോലെ തന്നെ വേറെ സറ്റയർ എന്ന് പറയുന്നുണ്ട്, ഒരുപാട് സറ്റയേഴ്സ് പറയുന്നുണ്ട്. കളക്ടറിൻ്റെ ഒരു മൊമെൻ്റ് അവിടെ പറയുന്നുണ്ട്. കളക്ടർ പറയുന്നുണ്ട് പെറ്റീഷൻ എഴുതി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പോയി പെറ്റീഷൻ റൈറ്ററിൻ്റെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് പോയി പെറ്റീഷൻ എഴുതി വരൂ, സ്റ്റാമ്പ് പേപ്പർ ഒട്ടിക്കൂ, അതിന് ക്യാഷ് അടക്കൂ, എന്നിട്ട് ഓഫീസിൽ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ക്യാപ്റ്റന് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ സറ്റയർ കാണിക്കാനാണ്.
പിന്നെ ഐറണി എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഐറണി എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് ദ ലിറ്ററൽ മീനിങ് ഓഫ് എ വേർഡ് ഓർ സ്റ്റേറ്റ്മെന്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് ഇൻറ്റൻറ്റഡ്. ഓക്കെ, അവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഈ ഒരു ക്യാപ്റ്റൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രാപ്പേസ് ആക്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് റീത്തയാണ് ചെയ്യുന്നത്. ആ ഒരു റോപ്പുമ്മയുള്ള ഒരു ഡാൻസ് പോലത്തെ ഒരു സംഭവമാണ്. ആ ഒരു ആക്ടിൻ്റെ സമയത്ത് റിംഗ് ഓഫ് ഫയറിനുള്ള റിംഗ് ഉണ്ട്, അതിനുള്ളിലൂടെ പോകുന്ന ഒരുപാട് ഷോകളൊക്കെ ഉണ്ട്. ആ സമയത്ത് റീത്ത ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഐ എം നോട്ട് പ്രിപ്പയർ ടു സ്പെയർ എനി ഓഫ് മൈ ഗേൾസ് ഓർ സെറ്റ് ഫയർ ടു മൈ സെൽഫ് ജസ്റ്റ് പ്ലീസ് യുവർ ഫാൻസി. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരു റിംഗ് ഫയറിൻ്റെ ഉള്ളിൽ കളിക്കാനോ എൻ്റെ കൂടെയുള്ള മറ്റുള്ള ഗേൾസിനെ കളിപ്പിക്കാനോ പ്രിപ്പയർ അല്ലാന്ന്. പിന്നെ പറയുന്നുണ്ട്, ഐ എം നോട്ട് ആൻ ഓർത്തഡോക്സ് വൈഫ് പ്രിപ്പയറിങ് ഫോർ സതി. അതായത് ഞാനൊരു ഓർത്തഡോക്സ് വൈഫല്ല ഈ ഒരു സതിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കാലം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യനിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു. അതായത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിതയിൽ തന്നെ ചാടി മരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരിക്കലും എനിക്ക് പറ്റൂല, അതൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ള സംഭവമാണ്, അതിലൊരിക്കലും ഞാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ റീത്ത പറയുന്നത്. അപ്പോൾ അയണിക്കലി കമ്മിറ്റ് സൂയിസൈഡ് ആഫ്റ്റർ ഹെർ ഹസ്ബൻഡ്സ് ഡെത്ത്. അതായത് അതിനൊരു ഐറണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സതിയിൽ ചാടാൻ പറ്റിയിട്ടില്ലെങ്കിലും സൂയിസൈഡ് ചെയ്യുകയാണെങ്കിലും ആൾ മരിച്ചാൽ നമ്മൾ മരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഐറണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ മെറ്റൽ ഗാഡ്ജറ്റ് നമ്മുടെ രാജാവിൻ്റെ മേലെ ചുമത്തുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ ക്യാപ്റ്റന് കുറച്ച് ഉള്ളിൽ നിന്നൊരു സ്നേഹമൊക്കെ വന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ നെക്സ്റ്റ് ടൈമിൽ എന്താണ് ക്യാപ്റ്റൻ ചിന്തിക്കുകയാണ്, അങ്ങനെ ഒരു ഷോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആവും. പോപ്പുലർ ആയി കഴിഞ്ഞാൽ എന്തായാൻ പറ്റും, കൂടുതൽ ക്യാഷ് അതുമായി ബന്ധപ്പെട്ട് തനിക്ക് കിട്ടും. അതിൻ്റെ കാരണം ആ ഒരു ചിന്ത വന്നതോടുകൂടി, ഗ്രീഡ് ഓഫ് ഫോർ മണി വന്നതോട് കൂടിയിട്ടാണ് ആ ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ് യൂസ് ചെയ്യാൻ അദ്ദേഹം സമ്മതിക്കുന്നതും അദ്ദേഹത്തിൻ്റെ തന്നെ മരണത്തിന് അത് കാരണമാവുന്നതും. പിന്നെ പറയുന്നത് ഹ്യൂമറാണ്. ഹ്യൂമർ ഈസ് ഡിഫൈൻഡ് ആസ് ദ അമ്യൂസ്ഡ് പെർസെപ്ഷൻ ഓഫ് ദ ഇൻകോൺഗ്രിറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് ഓഫ് സച്ച് പെർസെപ്ഷൻ. അതായത് താഴെ കൊടുത്തിട്ടുള്ള കോൺവെർസേഷൻസ് എന്നുള്ള രീതിയിലാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് അവർ പറയുന്നുണ്ട്, ഹ്യൂമറായിട്ട് പറയുന്നത്, യുവർ ബിലവ്ഡ് ആനിമൽസ് മേ ഓൾസോ ഹാവ് സംതിങ് ടു സേ ഇഫ് ദേ കുഡ് സ്പീക്ക്. അതായത് നമ്മുടെ റീത്ത ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആനിമൽസിന് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ബിലവ്ഡ് ആയിട്ടുള്ള ആനിമൽസിന് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ അവർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഹ്യൂമർ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇനി ബാക്കി ക്യാരക്ടറൈസേഷനും മേജർ ക്യാരക്ടേഴ്സിനെയും അതുപോലെ തന്നെ മൈനർ ക്യാരക്ടേഴ്സിനെയും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 4 മേജർ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു യൂണിറ്റ് 4 സറ്റയറും അതുപോലെ തന്നെ ഹാർമണി അതുപോലെ ഐറണി, ഇത് മൂന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് മേജർ ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വരുന്നത് നമ്മുടെ രാജയെ കുറിച്ചിട്ട് തന്നെയാണ്. മെയിൻ ക്യാരക്ടറാണ് ടൈഗറിനെ കുറിച്ചിട്ട്. രാജ ഇസ് ദ നറേറ്റർ ഓഫ് ദി സ്റ്റോറി. ഈ സ്റ്റോറിയിലെ നറേറ്ററാണ് രാജ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദ നോവൽ ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് രാജാസ് ലൈഫ് ഡിവൈഡഡ് ഇൻറ്റു 4 സ്റ്റേജസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. 4 സ്റ്റേജായിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ രാജയുടെ ലൈഫ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രാജൻ്റെ ലൈഫിനെ കുറിച്ചിട്ടാണ് നമ്മുടെ നോവൽ കംപ്ലീറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ഹീ ഈസ് ദ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദി നോവൽ. അതുപോലെ തന്നെ പിന്നെ രാജേൻ്റെ ലൈഫ് സ്റ്റേജസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ രാജയ്ക്ക് എന്തില്ല, ഫിയേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിത്ത് ഹിസ് മദർ. ആ ഒരു മദറിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഹി ഫീൽസ് അലോൺ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ് ഹി തിങ്ക് ഹിംസെൽഫ് ദാറ്റ് ഹീ ഈസ് ദ ലോർഡ് ഓഫ് ദ ജംഗിൾ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലയണിനെക്കായും എന്തുകൊണ്ടും സ്ട്രോങ് ടൈഗർ തന്നെയാണെന്നാണ് നമ്മുടെ രാജ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജേൻ്റെ ഒരു കൺസെപ്റ്റ് എന്തായിരുന്നു, ഹീ ഈസ് ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ് എന്നായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണം മറ്റുള്ള ആനിമൽസൊക്കെ നമ്മുടെ രാജേനെ ഫിയർ ചെയ്തിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്, എക്സെപ്റ്റ് മങ്കി ആൻഡ് ബേർഡ്സ്. കാരണം മങ്കിക്ക് എന്ത് ചെയ്യാം, ക്ലൈംബ് ചെയ്ത് മരങ്ങളിൽ കയറാൻ കഴിയും, പക്ഷെ നമ്മുടെ ടൈഗറിനത് കഴിയില്ല. അതുപോലെ തന്നെ ബേർഡ്സിനാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ അവർക്ക് ദേ ക്യാൻ ഫ്ലൈ അവേ, അവർക്ക് പറന്ന് പോകാൻ കഴിയും, പക്ഷെ നമ്മുടെ ടൈഗറിന് എന്ത് ചെയ്യില്ല, അത് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്
രാജ പറയുന്നത്, അതായത് നമ്മുടെ ടൈഗർ പറയുന്നത്, ഈ 2 ക്രിയേച്ചേഴ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ക്രിയേച്ചേഴ്സിൻ്റെ ഇടയിലും ഞാനാണ് കിങ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് പറയുന്നത് രാജ അതൊരു യൂത്ത്ഫുൾ ആയിട്ടുള്ള വിഗറായിട്ടുള്ള പ്രൈഡ് കെയർ ഫ്രീ ബിഹേവിയറൊക്കെ കൂടിയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ രാജനെ ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ടൈഗ്രസിനെ മെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഫിയേഴ്സ്ലി ഫൈറ്റിലൂടെയാണ്. അതായത് രണ്ടുപേരും നല്ല ദേഷ്യത്തോടു കൂടി ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ടൈഗ്രസിനെ കാണുന്നതും. ദെൻ പിന്നീട് അവരുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈഗ്രസിനെ മാരി ചെയ്യുന്നുണ്ട്. അവർക്ക് 4 കുഞ്ഞ് ലിറ്റിൽ കപ്സും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആ ഒരു ലൈഫ്സ് ദേ ലിവ് ഹാപ്പിലി വിത്ത് ദെയർ ഫാമിലി. ആ ഒരു ഫാമിലി ആയിട്ട് അവരെന്ത് ചെയ്യാണ്, ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ആഫ്റ്റർ ലോസിങ് ഹിസ് ഫാമിലി ഹി വാണ്ട് ടു അറ്റാക്ക് ദ ഹ്യൂമൻ ബീയിങ്. ആ ഒരു ഫാമിലിനെ ഹ്യൂമൻ ബീയിങ്സ് അറ്റാക്ക് ചെയ്തതിന് ശേഷമാണ് ടൈഗറിൻ്റെ മൈൻഡിലും വരുന്നത് ഹ്യൂമൻ ബീയിങ്സിന് എതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത് വരുന്നത്. കാരണം അവനക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ഫാമിലി മാത്രമാണ്, ഒരു വൈഫും 4 കപ്സും മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ലോസ് ആയതോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത്. അങ്ങനെ പിന്നീട് പറയുന്ന കാര്യം, ടൈഗർ എന്ത് ചെയ്യാണ്, നമ്മുടെ സർക്കസിലുള്ള എല്ലാ ട്രിക്കുകളും പഠിച്ചെടുക്കുകയാണ്. ദെൻ ഹി ബിക്കെയിം ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദി സർക്കസ്. അങ്ങനെയായി മാറുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ടൈഗർ ഭയങ്കര ഹ്യൂമൻ ബീങ്സിനെ പോലെ ചിന്തിക്കാനും ജഡ്ജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും റിമെമ്പർ ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു സ്പെഷ്യൽ സ്കിൽഡ് ടൈഗറാണ്. ഹീസ് നോട്ട്, അതെന്തുപോലെയല്ല, മറ്റുള്ള ടൈഗേഴ്സിനെ പോലെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സാധാരണ ഒരു ടൈഗർ അല്ല എന്നാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ സർക്കസിലെ മെയിൻ അട്രാക്ഷനായി മാറി. പിന്നീടാണ് നമ്മുടെ ഫിലിം പ്രൊഡ്യൂസറായിട്ടുള്ള മദൻ ഈ പ്ലാൻസ് ടു മേക്ക് എ ഫിലിം വിത്ത് രാജയുടെ കൂടെ ഒരു മൂവി ചെയ്യാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നതും. ആ ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ ടൈഗർ കിൽ ദ ക്യാപ്റ്റൻ ഫോർ സെൽഫ് ഡിഫെൻസ് വേണ്ടിയിട്ട് നമ്മുടെ രാജ ആ ക്യാപ്റ്റനെ കൊല്ലുന്നുണ്ട്. ആ ഒരു ഇൻസിഡൻ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ശേഷം 3ാമത്തെ സ്റ്റേജിൽ പറയുന്നത് ആ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ്. നമ്മുടെ ടൈഗറിൻ്റെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ പറയുന്നുണ്ട്. ആ മാസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അറഗൻ്റ് ആയിട്ടുള്ള ടൈഗറിൻ്റെ ഉള്ളിലും ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു സോൾ ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത് തിരിച്ചറിയുന്നതും. പിന്നെ അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് ഓഫ് ഗോഡ്, കർമ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ടൈഗറിന് പഠിപ്പിച്ചു കൊടുക്കുന്നതും നമ്മുടെ മാസ്റ്ററാണ്. അതുപോലെ തന്നെ ഒരു മെഡിറ്റേഷനിലൂടെ ടൈഗറിൻ്റെ ലൈഫ് ഭയങ്കര പീസ്ഫുള്ളാക്കി മാറ്റുന്നതും ആരാണ്, മാസ്റ്ററാണ്. അങ്ങനെ ആഫ്റ്റർ രാജ ബിക്കംസ് ഓൾഡായതിനു ശേഷം മാസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, സൂലേക്ക് രാജനെ പറഞ്ഞേക്കുന്നുണ്ട്. ഡ്യൂറിങ് ദിസ് നോവൽ രാജ ഈസ് ഫെറോഷ്യസ്, പ്രൗഡ്, intelligent, disciplined, loyalty, consciously makes the efforts to elevate himself and attains human qualities. ഇത്രയും സംഭവങ്ങളുള്ള ഒരു അനിമലായിട്ടാണ്, ഒരു അനിമൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രിയേച്ചറായിട്ടാണ് നമ്മുടെ രാജനെ ഈ നോവലിൽ പറയുന്നത്. അടുത്തൊരു ക്യാരക്ടറാണ് നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറയണമെങ്കിൽ ഹീസ് ഫ്രം മാൽഗുഡി. ഹി ഗോട്ട് ദ ഓണർഷിപ്പ് ഓഫ് ഗ്രാൻഡ് മാൽഗുഡി സർക്കസ്. നമുക്കറിയാം, ആ ഒരു ദാദാജി മരിച്ചതിന് ശേഷം നമ്മുടെ ക്യാപ്റ്റനാണ് ആ ഒരു സർക്കസ് കൊണ്ട് നടക്കുന്നത്. ആ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സർക്കസ് സെൻറ്ററിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് അത്രയും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സർക്കസ് ക്യാപ്റ്റൻ ആവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ എങ്ങനത്തെ ആളാണ്, ഭയങ്കര ഡിലിജൻ്റ് ആയിട്ടുള്ള, പ്രിസർവിങ് ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഡിലിജൻ്റ് എന്ന് പറയണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്ന, അതായത് തൻ്റെ ആ ഒരു ഡ്യൂട്ടിക്ക്, ജോലിക്ക് വേണ്ടിയിട്ട് എന്തും ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ. അപ്പോൾ അങ്ങനെയുള്ള, അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസ് തൻ്റെ സർക്കസിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ. പിന്നെ നമ്മുടെ ക്യാപ്റ്റന് അദ്ദേഹത്തിൻ്റെ സ്ട്രിക്റ്റ് ട്രെയിനിങ് പീരീഡിലൊക്കെ അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്. അതുപോലെ തന്നെ ഷോസ് നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം സ്ട്രിക്റ്റാണ്. പക്ഷേ നമ്മുടെ ക്യാപ്റ്റൻക്ക് എന്തുണ്ട്, അതുപോലെ തന്നെ ക്യാപ്റ്റൻക്ക് എന്തുണ്ട്, നമ്മുടെ രാജ എന്ന് പറഞ്ഞ ടൈഗറിനോട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആനിമൽസിനൊക്കെ, സർക്കസിലുള്ള ആനിമൽസിനൊക്കെ നല്ല കെയറും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സർക്കസ് ടൈമിന് ശേഷം വളരെ അധികം റെസ്റ്റിംഗ് ടൈമും നമ്മളെന്ത് കൊടുക്കാറുണ്ട്, ക്യാപ്റ്റന് ഈ ആനിമൽസിന് കൊടുക്കാറുണ്ട്.
അതായത് അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാറുണ്ട്. ഓരോ ഷോസ് കഴിഞ്ഞതിന് ശേഷവും എല്ലാ അനിമൽസിനും വേണ്ട രീതിയിലുള്ള റെസ്റ്റും നമ്മുടെ ക്യാപ്റ്റൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഫൈനലി നമ്മൾ ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപ്റ്റൻ ഗ്രീഡി പേഴ്സൺ ആണ് കേട്ടോ. കാരണം അദ്ദേഹത്തിന് ക്യാഷിനോട് നന്നായിട്ട് ഗ്രീഡുണ്ട്, ആർത്തിയുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ഇലക്ട്രിക് വെപ്പണ് നമ്മുടെ ക്യാപ്റ്റൻ എന്ത് ചെയ്യുന്നത്, ടൈഗറിനെ മുകളിൽ ഉപയോഗിക്കാൻ അലോ ചെയ്യുന്നുണ്ട്, സമ്മതം കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം കാരണം, ഗ്രീഡ് ഫോർ മണി, ആ ഒരു പണത്തിനോടുള്ള ആർത്തി കാരണം അത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറാണ് മാസ്റ്റർ. മാസ്റ്റർ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫിൽ മാസ്റ്റർ ലൈക്ക് ആൻ ഓർഡിനറി പേഴ്സൺ, സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ ഉള്ള ഒരാളായിരുന്നു. അതായത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ കോളേജിലൊക്കെ പോയി എഡ്യൂക്കേഷനും കാര്യങ്ങളും ജോലിക്കൊക്കെ പോയി, മാരീഡാണ്, വൈഫുണ്ട്, കുട്ടികളുണ്ട്, ആ ഒരു ലൈഫിലായിരുന്നു അദ്ദേഹം. പക്ഷേ ക്വിക്ക്ലി പെട്ടെന്നാണ് ഒരു ദിവസം അദ്ദേഹം അതെല്ലാം ഒഴിവാക്കിയിട്ട് ഈ ഒരു ഹോളി ലൈഫിലേക്ക് മാറിയിട്ടുള്ളത്, പീസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ലൈഫിലേക്ക് മാറിയിട്ടുള്ളത്. ആ സമയത്താണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്, ഈ ഒരു സ്പിരിച്വൽ ലെവലായിട്ടുള്ള സന്യാസി എന്നുള്ള ആ ഒരു പദം കിട്ടുന്നത്. അതുപോലെ തന്നെ ഹി അറ്റൈൻസ് സെറനിറ്റി ആൻഡ് വിസ്ഡം ത്രൂ യോഗ ആൻഡ് മെഡിറ്റേഷൻ. യോഗേൻ്റെയും മെഡിറ്റേഷൻ്റെയും ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു എന്താ പറയുക, ഈ ഒരു പീസ്ഫുൾ കാംനെസ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ മാസ്റ്ററാണ് നമ്മുടെ രാജേനെ ഫൈൻഡ് ചെയ്തിട്ട് രാജേൻ്റെ ഉള്ളിൽ ഒരു കൈൻഡ് സോൾ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നതും രാജയ്ക്ക് ആവശ്യമായിട്ടുള്ള മെഡിറ്റേഷനും കാര്യങ്ങളും കൊടുത്തിട്ട് ആ ഒരു അറഗൻ്റ് ആയിട്ടുള്ള അനിമലിൽ നിന്നും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ക്വാളിറ്റീസ് ഉള്ള വളരെ കാമായിട്ടുള്ള ഒരു അനിമലാക്കി മാറ്റിയെടുക്കുന്നത് നമ്മുടെ മാസ്റ്ററാണ്. അങ്ങനെ അദ്ദേഹം ലാസ്റ്റ് നമ്മുടെ ടൈഗറിനോട് പറയുന്നുണ്ട് എന്ത്, നമ്മുടെ രണ്ടുപേരുടെയും സ്പിരിറ്റുകൾ, സോളുകൾ നെക്സ്റ്റ് ലൈഫിൽ വെച്ച് കണ്ടുമുട്ടും, അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് മൈനർ ക്യാരക്ടേഴ്സിനെയാണ്. മൈനർ ക്യാരക്ടേഴ്സായി പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ്റെ വൈഫായിട്ടുള്ള റീത്തയാണ് ഫസ്റ്റ് പറയുന്നത്. നമുക്കറിയാം ഷീ ഈസ് ദ ഹെഡ് ഓഫ് ദി ട്രപ്പേസ് ടീംസ് ഇൻ സർക്കസിലുള്ള ട്രപ്പേസ് ടീമിലുള്ള ഹെഡാണ് നമ്മുടെ റീത്ത. ഷീ ഈസ് വെരി സ്കിൽഫുൾ വൈഫ് ബട്ട് അറ്റ് ഹോം ഷീ ഈസ് എ നാഗിങ് വൈഫ്. അതായത് ട്രപ്പേസ് ടീമിൻ്റെ കൂടെയാണെങ്കിൽ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ആളാണ് നമ്മുടെ റീത്ത. പക്ഷേ അവളെങ്ങനെയാണ്, വീട്ടിലാണെന്നുണ്ടെങ്കിൽ വളരെ നാഗിങ് ആയിട്ടുള്ള ലൈഫാണ്. അതായത് എല്ലാ കാര്യത്തിലും തെറ്റുകൾ കണ്ടെത്തിയായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഹരാസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വൈഫാണ്. നമുക്കറിയാം റീത്തയും ക്യാപ്റ്റനും തമ്മിലുള്ള എല്ലാ കൺവെർസേഷനിലും ക്യാപ്റ്റനെ മാക്സിമം ചീത്ത പറയാനും ക്യാപ്റ്റൻ തിരിച്ചും അങ്ങനെ തന്നെ അവരൊരു ലവബിൾ കപ്പിളാണ് നമുക്കൊരിക്കലും അവരുടെ കൺവെർസേഷൻ കാണുന്ന സമയത്ത് മനസ്സിലാവില്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി നോവൽ അവസാനം, അതായത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റിംഗ് ഫയറിൻ്റെ കാര്യം, റിംഗ് ഫയറിൻ്റെ ഉള്ളിലൂടെ ചാടാൻ പറയുന്ന സമയത്ത് നമ്മുടെ റീത്ത അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി സതിയിലൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയില്ല, സതി എന്നുള്ള ഒരു റിച്വൽ ഉണ്ടല്ലോ, അതൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തില്ല, വലിയ ഒരു സ്നേഹമൊന്നും ഇല്ല എന്ന് നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി നോവൽ നമ്മുടെ ക്യാപ്റ്റനെ ടൈഗർ കൊല്ലുന്നുണ്ടല്ലോ, ആ ഒരു സമയം അതിന് ശേഷം നമ്മുടെ റീത്ത സൂയിസൈഡ് ചെയ്യാണ്. അത് കാണിക്കുന്നത് അവരുടെ ഹസ്ബൻഡിനോടുള്ള പ്യുവർ ലവിനെ കാണിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ മൈനർ ക്യാരക്ടറാണ് നമ്മുടെ മദൻ, അതായത് നമ്മളെ പ്രൊഡ്യൂസർ, ഫിലിം ഡയറക്ടർ. ഇവിടെ മദനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഗ്രീഡി പേഴ്സൺ ആയിട്ടാണ്. അതായത് ആർത്തിയുള്ള, ഒരു ക്യാഷിനോടും മറ്റുമൊക്കെ ആർത്തിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ നോവലിൽ മദനെ കാണിച്ചിട്ടുള്ളത്. കാരണം മദൻ എങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്, എപ്പോഴും ക്യാഷിനോട്, ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ക്യാപ്റ്റനോട് വളരെ ലോയലായിട്ട് പെരുമാറി. ആദ്യം ആ രാജനെ കിട്ടാൻ വേണ്ടിയിട്ട്, അതിനുശേഷം പിന്നീട് ഭയങ്കര എന്താ പറയുക, ഡെഡ്ഫുൾ ആയിട്ടുള്ള ടാസ്കുകളും ഷൂട്ടുകളൊക്കെ ചെയ്യാൻ റെഡിയാവുകയും ചെയ്തു. ടൈഗറിനെ അതുവഴി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ എന്തിനാണ്, ക്യാഷ് കിട്ടും എന്നുള്ള ഒരു പർപ്പസിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മേജറായിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞെങ്കിൽ, ഒന്ന് ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് രാജേൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് എന്തായാലും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് മാൽഗുഡി എന്ന് പറഞ്ഞ ടൗണിൻ്റെ സിഗ്നിഫിക്കൻസ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മാൽഗുഡി എന്നുള്ള ടൗണ് ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഒരു സൗത്തേൺ ഇന്ത്യനെയാണ് അത് പോർട്രേ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്ലേസ് ഇല്ല. അത് നമ്മുടെ ആർ.കെ. നാരായണൻ്റെ മാത്രം മൈൻഡിൽ വന്നിട്ടുള്ളൊരു പ്ലേസ് ആണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മാൽഗുഡി ടൗണിനെ കുറിച്ച് പറയാനുള്ളത്.
പിന്നെ നെക്സ്റ്റ് ആണ് നമ്മളുടെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കുന്നത്. ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈറ്റിൽ എങ്ങനെ വന്നു, എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മേജറായിട്ട് വന്നിട്ടുള്ളത്.